ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം കേൾക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് പകൽ നേരം നമ്മുടെ ശ്രദ്ധയെ ചില വിഷയങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇന്ന് പകൽ നേരം ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലുമൊക്കെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും നമ്മളുടെ ദൈവം വിശ്വസ്തനായി നമ്മളോട് കൂടെ ഉണ്ടല്ലോ, നമ്മളെ ബലപ്പെടുത്തുന്നുവല്ലോ, നമ്മളെ ആശ്വസിപ്പിക്കുന്നുവല്ലോ. നമുക്ക് കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. വിശേഷിച്ച് ഇന്നൊരു സഭായോഗമായിരിക്കുന്നു. ഈ സഭായോഗം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നുവല്ലോ. സ്തോത്രം. ശാരീരികമായ പല പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെ എല്ലാം നടുവിലായിരിക്കുമ്പോഴും ഉന്മേഷത്തോടെ ദൈവകൃപയിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ നേരം നമ്മുടെ ചിന്തകളെ സ്തോത്രം ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ സ്തോത്രം അനുസരണം വരുത്തുവാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിക്കാം. നമുക്ക് ചില വചനങ്ങളിലേക്ക് ഇന്ന് പകൽ നേരം നമുക്ക് തിരിയാവുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം മുതൽ ഉള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ആമേൻ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. അറിയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. മതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. അവരോരുത്തരും പേര് വിളിച്ചു. അവർക്ക് അപ്പോസ്തോലന്മാർ, അയക്കപ്പെട്ടവർ എന്ന അർത്ഥമുള്ള അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായിട്ട് 12 പേരെയും സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ തിരഞ്ഞെടുത്തു. അവരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരോട് വളരെ വ്യക്തമായി പറയുന്ന ചില നിർദ്ദേശങ്ങൾ, ഭാവിയെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പ്രവചിക്കുന്ന ചില വചനങ്ങൾ, ഇതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. 10-ാം അധ്യായം അതിൽ സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം, ശിഷ്യന്മാർക്ക് കൊടുത്ത കമ്മീഷനിങ് നമ്മൾ മനസ്സിലാക്കണം. ആ കമ്മീഷനിങ് അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞാൽ മത്തായി 28-19 വായിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ്റെ അകത്ത് പറയുന്നത് അനേകരെ ശിഷ്യരാക്കുവാനുള്ള ഒരു വലിയ നിയോഗമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അപ്പോസ്തോലന്മാരെ ആ നാളുകളിൽ അയക്കുമ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം അവർ ചെയ്തു. ഇത് നമ്മളും ഇന്ന് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പലരെ ദൈവം വ്യത്യസ്തമായ നിലകളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരെല്ലാം ദൈവകരത്തിൽ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്തു മുമ്പോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് 28-19 വായിക്കുമ്പോൾ അവിടെ എന്താണ് ഈ കമ്മീഷനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും 28-19 നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രേറ്റ് കമ്മീഷനിങ്ങിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് നോക്കിയാലോ. മത്തായി സുവിശേഷം 28-18-19 അവിടെ വായിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് ഇവിടെ ശ്രദ്ധിക്കണം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം യേശു ക്രിസ്തുവിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ കാരണം അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുന്ന സമയത്ത് ദൈവ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു പുസ്തകം, അത് തുറക്കണം, അത് നോക്കണം, അത് തുറന്നത് വായിക്കണം. അതിന് യോഗ്യത ആരെയും കാണാതിരുന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ കരഞ്ഞു എന്നവിടെ കാണുന്നു. അതിനുശേഷം അവിടെ വായിക്കുന്നു, നിങ്ങൾ കരയേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ 5-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ന്റെ 5-ാം വാക്യം വായിക്കുന്നു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന്
പറഞ്ഞു, ഞാൻ സിംഹാസനത്തിന്റെ 4 ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കാരണം ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ 5:2 വായിക്കുമ്പോൾ ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ഒരു ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറക്കുവാനും നോക്കുവാനും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു എന്നിവിടെ പറയുന്നു. ഈ പുസ്തകത്തിന്റെ അകത്താണ് 7 കാഹളങ്ങൾ 7 കലശങ്ങൾ ഒക്കെ കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൂമിയുടെ മേൽ ചൊരിയാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ മറ്റൊരിടത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാല് ഭൂമിമേലും ഒരു കാല് സമുദ്രത്തിലും വെച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് പുസ്തകം മേടിക്കണം, അത് വായിക്കണം എന്ന് പറയുന്ന മറ്റൊരു രംഗം കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് പറയുന്ന വാക്യം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. അപ്പോൾ ഈ പുസ്തകത്തിലാണ് നമ്മുടെ പേരെഴുതപ്പെടേണ്ടതായിട്ട് കാണുന്നത്. അപ്പോൾ ആ പേരില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ എന്നേക്കും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതൊക്കെ പറയാനുള്ള കാരണം, സിറ്റുവേഷൻ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച് 28:19 ഗ്രേറ്റ് കമ്മീഷന്റെ അകത്ത് പറയുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ യോഗ്യത നേടിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. കാര്യം സ്വർഗത്തിലും ഭൂമിക്കും അധികാരിയായിരിക്കുന്ന കർത്താവിനെ നമ്മൾ ഉയർത്തുന്നത് കൊണ്ടാണ് നമ്മൾ പരസ്യങ്ങൾ പ്രസംഗിക്കുന്ന മറ്റൊരുവനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് പ്രസംഗിക്കേണ്ട കാലമായി. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു മാത്രമാണ് ദൈവം. ആമേൻ. വേറൊരു ദൈവമില്ല. അത് അതിന്റെ കൂടെ ഒരു ദൈവം, 1.5 ദൈവം, 2.5 ദൈവം ഒന്നുമില്ല. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, സർവശക്തനായ യേശുക്രിസ്തു. അവൻ മാത്രമാണ് ദൈവം. കാരണം മരിച്ചവരെയും ജീവിക്കുന്നവരെയും ന്യായം വിധിക്കുവാനായി അധികാരം ലഭിച്ച ഒരു നാമം. അവൻ എങ്ങനെയാണ് ആ അധികാരം ലഭിച്ചതെന്ന് നമ്മൾ സവിസ്തരം പഠിച്ചു വരുമ്പോൾ അറിയാം. വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ സ്വന്തം പിതാവിന്റെ കയ്യിൽ നിന്ന് മേടിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ പുസ്തകം പിതാവിന്റെ കയ്യിൽ നിന്ന് മേടിക്കണം. ആ പുസ്തകം മേടിക്കണമെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ പാതാളത്തിലും 3 ഇടത്തിലും ജയിച്ചേ മതിയാകത്തുള്ളൂ. കാൽവറി തകർക്കപ്പെടുന്നത് ഭൂമിയിൽ വെച്ചെങ്കിൽ അതിനുശേഷം തന്നെ പ്രാണനും ആത്മാവിന് കഷ്ടം സഹിച്ച് തന്റെ പ്രാണനോട് പോരാടുന്ന പൈശാചിക ശക്തികളെ ജയിച്ച് 3-ാം നാൾ പുത്രനാകുന്ന യേശുക്രിസ്തു മരണവാസങ്ങളെ അഴിച്ചുയർത്തെഴുന്നേൽക്കണം. അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ ജയോത്സവം കൊണ്ടാടി, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജയിച്ചു, പാതാളത്തിൽ ജയിച്ചു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ യേശുക്രിസ്തുവിന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് ഒരു പൈശാചിക ശക്തികളും ഒരു വിധമായിട്ടുള്ള ദുരാത്മ ശക്തികൾക്കോ പൈശാചിക ശക്തികൾക്കോ ഒരിക്കലും നമ്മുടെ മേൽ അധികാരം വരുന്നതിന് കാരണം നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്, അവന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാലാണ്. നാം രക്ഷ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത് എന്തിന്റെ അടയാളമാണ്? നമുക്ക് കർത്താവ് അച്ചാരമായി തന്നിരിക്കുന്ന ഈ വാഗ്ദത്തം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നുള്ളതിന്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവരെ കേട്ടുകൊള്ളുക. ആളുകൾ ഹൃദയത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ അഭിഷേകം ദൈവസന്നിധിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന മുദ്രയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവവൈതലിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ദൈവത്തിന്റെ മുദ്രയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ശ്രേഷ്ഠകരമായ ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലും ഭൂമിക്കും അധികാരിയായിരിക്കുന്ന യേശുക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പുത്രന് നൽകപ്പെട്ടത് കൊണ്ടാണ്. പുത്രനാകുന്ന യേശുക്രിസ്തു സകല അധികാരവും നൽകപ്പെട്ടത് കൊണ്ടാണ്. കാരണം പിതാവായ ദൈവത്തെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. അവൻ ദൈവരൂപത്തിലിരിക്കുന്ന ദൈവരൂപത്തെ ദൈവത്തിനല്ലാതെ കാണത്തില്ല. മനസ്സിലാക്കണം. ദൈവരൂപത്തിലിരിക്കുന്ന പിതാവിനെ ദൈവരൂപത്തിലിരുന്ന പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ട പുത്രനല്ലാതെ ആർക്കും ദൈവരൂപത്തിലിരിക്കുന്ന പിതാവിനെ കാണുവാൻ സാധിക്കത്തില്ല.
അപ്പോൾ പിതാവിനെ പുത്രനാകുന്ന യേശു ക്രിസ്തു അങ്ങനെ കണ്ടതുകൊണ്ടാണ് അവൻ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തത് കൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. അല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും പിതാവായ ദൈവത്തെ അറിയുവാൻ സാധിക്കത്തില്ല. ആമേൻ. സഹോദരൻ, പൂർണ്ണ ദൈവമായിരിക്കുന്ന സ്വർഗീയ പിതാവ് തന്റെ മക്കൾ അല്ലെങ്കിൽ പുത്രന്റെ സദൃശ്യത്തിലാകേണ്ടതിന് പുത്രനെ മുൻ നിയമിച്ച സ്വർഗീയ പിതാവിന്റെ അനാദി നിത്യ സ്നേഹമാണ് നമ്മുടെ ഉള്ളത്തിൽ സ്വർഗീയ പിതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തകർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മളിൽ പകരപ്പെട്ടത് കൊണ്ടാണ് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ പുറപ്പെടും. ഈ നദി ഇത് പകൽ നേരം പുറപ്പെടുന്നത് കൊണ്ടാണ് അനേകർക്ക് ആ ജീവൻ പ്രാപിക്കുവാൻ ഇടയായി തീരുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, നമുക്ക് അത്ഭുത അടയാളം ഒന്നും അല്ല കാണേണ്ടത്, നമുക്ക് ജീവന്റെ വചനമാണ് വേണ്ടത്. നമുക്ക് ദാഹം വചനം കേൾക്കാനാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. കാര്യം അത്ഭുത അടയാളമൊക്കെ ഇവിടം കൊണ്ട് വീരും. നമ്മുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്. ആ ദാഹം ദൈവത്തിന്റെ വചനത്തിനായിട്ടാണെങ്കിൽ നമ്മൾ തന്നെയാണ് ദൈവത്തിന്റെ മക്കള്. ആമേൻ. ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 28-19 വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം, ആദ്യം നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും സ്നാനം കഴിപ്പിച്ചും കണ്ടോ. അപ്പോൾ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് കണ്ടോ. മനസ്സിലാക്കണം, നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അനേകരെ ശിഷ്യരാക്കാനാണ്. ശിഷ്യത്വത്തിലേക്ക്, ഡിസൈപ്പിൾഷിപ്പിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. നമ്മെ മറ്റുള്ളവരെ നടുവിൽ നമ്മുടെ കർത്താവ് അയച്ചിട്ടുണ്ടെങ്കിൽ അനേകരെ നമുക്ക് ശിഷ്യരാക്കണം. നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നെങ്കിൽ മാത്രമാണ് കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടത്തുള്ളൂ. അത്ഭുതം കാണാൻ, അടയാളം കാണാൻ അനേകരുണ്ടായിരുന്നു. കർത്താവിന്റെ ആരംഭ ശുശ്രൂഷ കാലഘട്ടത്തിൽ 5000 പേരും 3000 പേരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എത്രയോ ആയിരക്കണക്കിന് പേര് കർത്താവിന്റെ ഹല്ലേലൂയ അത്ഭുതം കാണാൻ വന്നു. പക്ഷെ അവരാരും അവസാനത്തിൽ ഇല്ലായിരുന്നു. കാര്യം കഠിനവാക്കെന്ന് പറഞ്ഞപ്പോൾ വചനത്തിന്റെ സത്യങ്ങളിലേക്ക് ദൈവപുത്രൻ വന്നപ്പോൾ ആളുകൾ അവിടുന്ന് ചിതറിപ്പോകുവാൻ തുടങ്ങി. മനസ്സിലാക്കണം, ദൈവപുത്രന്റെ അല്ലെങ്കിൽ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവവചനം അനേകരുടെ സ്വസ്ഥത, അനേകരുടെ ഇച്ഛകൾ, അനേകരുടെ ലോകത്തിൽ പടുത്തുയർത്തിക്കുന്ന പല ഗോപുരങ്ങളും തകർക്കുന്നതാകുന്നത് കൊണ്ട് അനേകർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയാതെ പോയി. അപ്പൊ പക്ഷേ ഇന്ന് പകൽ നേരം നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യ പദവി വളരെ ഉന്നതം തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ വായിച്ച വാക്യത്തിന്റെ അകത്ത് സ്തോത്രം അവിടെ വായിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മൾ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് സാത്താൻ അവന്റെ വളരെ അജണ്ട എന്ന് പറയുന്നത് അനേകരുടെ മനസ്സ് കലക്കിക്കൊണ്ടിരിക്കുക. വചനത്തിലേക്ക് ഒരിക്കലും ജനത്തെ കൊണ്ടുവരില്ല. അതിന് പകരമായിട്ട് വചനത്തിന് പകരമായിട്ട് അനേകർക്ക് അത്ഭുതം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ രോഗസൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ നിലവാരത്തിലേക്ക് ജനത്തെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രോഗസൗഖ്യം മാത്രം കൊടുക്കുന്ന ഒരു ഹീലിംഗ് സെന്ററുകളായിട്ട് സഭകൾ എന്ന ലേബലിൽ അനേക പ്രസ്ഥാനങ്ങൾ വളരുകയും അത് ബൈബിള് മുമ്പിൽ പിടിച്ചോണ്ട് പുറകിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, അത് ഈ വലിയ മഹാനിയോഗം ഗ്രേറ്റ് കമ്മീഷന് നേരെ വിപരീതമായ ശുശ്രൂഷ ശൈലിയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അവരിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് അല്ല എന്നുള്ളത് വചനത്തിൽ നിന്ന് അപ്പസ്വത്ത പൊരുളുകൾ തിരിച്ചു വെളിപ്പെടുത്തുവാൻ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അത് നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ വായിച്ച 28-19 അത് വായിച്ചു, അനേക തക്കവണ്ണം സ്തോത്രം കൽപ്പിച്ചൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുവിൻ. അടുത്ത വാക്ക്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. ഈ മഹാനിയോഗത്തിൽ ഇരിക്കുന്നവനോട് കൂടെ ദൈവമുള്ളൂ. പിടികിട്ടിയോ? ആളെ ഈ നിയോഗം അനുസരിച്ച് നിലനിൽക്കുന്നവരോട് കൂടെ ആള് ലോക അവസാനത്തോളം കർത്താവുള്ളൂ. എല്ലാവരുടെയും കൂടെ കർത്താവില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട, ഇന്ന് ഈ വിഷയം ഞാൻ പറയാനുള്ള കാരണം, നമ്മൾ ഇന്ന് ഈ എടുത്ത 10-ാം അധ്യായത്തിന്റെ നമ്മൾ കടന്നു വരുമ്പോൾ ശിഷ്യന്മാരോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ ശിഷ്യന്മാർ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, അല്ലേ? ആ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അവരോട് പറയുന്ന കാര്യങ്ങൾ ഇന്ന് ഈ പറയുന്ന പ്രവചനങ്ങൾ പലതും നിവർത്തിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. ആമേൻ. നമ്മൾ വായിച്ചു, അതിന്റെ 10-ന്റെ 16 നമ്മൾ വായിച്ചത്.
ഹല്ലേലൂയ. ആ കണ്ടോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ആടുകളുടെ ഇടയിലേക്ക് ആടുകളായിട്ട് അയക്കുകയല്ല, ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. നടുവിലേക്ക് ആടുകളെ പോലെ അയക്കുന്നു. അപ്പോൾ അയക്കുമ്പോൾ നമ്മൾ ആടുകളായിട്ടേ ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, നമ്മളുടെ ദൈവവചനം അനുശാസിക്കുന്ന സ്വാഭാവിക ആത്മീക സ്വഭാവം വിട്ട് വേറെ വഴികളിലേക്ക് സ്വത്രം വഴി തെറ്റാനുള്ള എല്ലാ സാഹചര്യവും സ്വത്രം ഈ സ്വത്രം മേടുകളിലുണ്ട്. ആമേൻ. വായിച്ചേ. ആയിരിക്കുവിൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഒന്നാമത് കർത്താവിന്റെ വാണിംഗ് ശ്രദ്ധിച്ച, മനുഷ്യരെ സാത്താനെ പേടിച്ചോളാണോ പറഞ്ഞേക്കുന്നത്? അതാണോ പറഞ്ഞേക്കുന്നത്? അല്ല, പിന്നെ ആരെയാ? മനുഷ്യരെ പേടിക്കണം, മനുഷ്യരെ സൂക്ഷിക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇത് നമുക്കും ഇന്ന് ബാധകമാ. ഏറ്റവും അധികം ഉപദ്രവം നൽകുന്നത് എവിടുന്നാ? മനുഷ്യരിൽ നിന്നല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ആടിന്റെ സ്വഭാവം വിട്ട് ചെന്നായ്ക്കളുടെ ഇടയിലൂടെ നടക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നിയോഗം നൽകുമ്പോൾ നമ്മൾ അതിന്റെ നടുവിലൂടെ വിശ്വസ്തയോടെ, ഭയലേശം എന്നെ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ എന്നോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പുകളെ വെക്കണം. അപ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും അധികം ഒരു ദൈവ പൈതൽ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് സമസൃഷ്ടികളിൽ നിന്ന് തന്നെയാണ്. ആമേൻ. വായിച്ചേ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യും. ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി നമ്മൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? കഴിഞ്ഞ 2000 വർഷമായിട്ട് പല മേഖലകളിലും, പല രാജ്യങ്ങളിലും, പല സ്ഥലങ്ങളിലും അനേക ദൈവമക്കൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, തകർക്കപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാരണത്താൽ, സുവിശേഷം പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട്, സത്യം വെളിപ്പെടുത്തി എന്നുള്ള കാരണം കൊണ്ട്, യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞതുകൊണ്ട്. മനസ്സിലാവുന്നത്? യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അവനാണ് ആത്മാവാകുന്നത്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, നമ്മെ സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് ആ ദൈവപുത്രൻ ഹല്ലേലൂയ സ്വർഗ മഹത്വങ്ങളെ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ അകൃത്യം വഹിച്ചുകൊണ്ട് അവൻ തകർക്കപ്പെട്ടു. അവന്റെ രക്തം മുഖാന്തരം എനിക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു. എനിക്ക് ഒരു മനുഷ്യനും ഒരു വിശ്വാസങ്ങൾക്കും ലോകത്തിൽ ദൈവങ്ങൾക്കും എന്ന് പറയുന്ന ഒരു ശക്തികൾക്ക് കഴിയാത്തതാണ് ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. നമ്മളെ പാപത്തിൽ നിന്ന് മോചിച്ചു. ആർക്ക് കഴിക്കും? നമ്മളെ പാപത്തിൽ നിന്ന് മോചിക്കാൻ ഏതെങ്കിലും ദൈവങ്ങൾക്ക് കഴിയുമോ? അതിൽ പല ദൈവങ്ങളുടെയും പിന്നാമ്പുറം അന്വേഷിച്ച് എന്നാൽ പാപത്തിന്റെ പടുകുഴികളാണ് കാണുന്നത്. അളലിയ എല്ലാ അധാർമികമായ കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കണം, ആ പ്രവർത്തിക്കുന്ന ആ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നത് ഒന്നും തന്നെ തിരുവെഴുത്തിലെ ദൈവത്തിന്റെ മഹത്വത്തോട് തുല്യമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ സ്തോത്രം ചരിത്രങ്ങൾ നമ്മൾ റിലീജിയനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഓരോ റിലീജിയൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല, വലിയ സിദ്ധാന്തങ്ങൾ പറയുന്നില്ലല്ല. സ്തോത്രം. പാപത്തിന് നിന്ന് മനുഷ്യനെ വേർപെടുത്തുവാൻ തക്കവണ്ണം ഒരുവൻ വിശുദ്ധനായി പാപം തൊടാതെ വണ്ണം, പാപത്തിന്റെ ശക്തി അവനിൽ ഫലിക്കാതെ വണ്ണം വിശുദ്ധിയുടെ ആത്മാവിനാൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ജീവിത ശൈലിയോ ഒരു വ്യവസ്ഥയോ സ്വന്തം അനുഭാവനം ചെയ്യുവാനായിട്ട് ഏതെങ്കിലും മതങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയാൻ കാരണം. ഹല്ലേലൂയ. വായിച്ചേ, തുടർന്ന് വായിച്ചേ. സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. അടുത്തത് സഹോദരൻ സഹോദരനെയും അപ്പൻ
അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. അടുത്തത് എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഈ പീഡനത്തിന്റെ വാണിങ്സ് അല്ലേ, അതിന്റെ സ്തോത്രം, അതിനെക്കുറിച്ച് വരുവാനുള്ള സ്തോത്രം, ദൈവസഭ നേരിടുന്ന പീഡനങ്ങളെ കുറിച്ച് സ്തോത്രം മുന്നമേ തന്നെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്റെ നാമം നിമിത്തം. ഹല്ലേലൂയ. എന്ത് നിമിത്തം നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തമാണ്. അപ്പോ ഞാൻ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കർത്താവിന്റെ നാമം നിമിത്തം പീഡനം അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നവർ യഥാർത്ഥത്തിൽ അവന്റെ ഭവനത്തിൽ ഒരു വ്യക്തി തന്നെയാണ് കൃപയിലേക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി ആ ഭവനത്തിൽ ഒറ്റപ്പെട്ടാ കിടക്കുന്നത്. ആമേൻ. ജഡപ്രകാരം രക്തബന്ധം ഉണ്ടെങ്കിലും ആ ബന്ധങ്ങൾക്ക് വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്വർഗീയ സ്നേഹം സ്വർഗത്തിലെ ദൈവം അയച്ചത് കൊണ്ടാണ് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. അത് അനേകർക്ക് അറിയത്തില്ല. ആമേൻ. അനേകർക്ക് അത് ഗ്രഹിക്കാനായിട്ടുള്ള പ്രാപ്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല് അവന്റെ ഭവനത്തിൽ ഒറ്റപ്പെട്ടാ കിടക്കുന്നത്, അവന്റെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടാ കിടക്കുന്നത്, ദേശത്തിൽ ഒറ്റപ്പെട്ടാ കിടക്കുന്നത്. കാരണം എന്നാ? കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. ആമേൻ. നമ്മൾ ഓരോരുത്തരും നടക്കുവാൻ നിയമിക്കപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മെ നടത്തുന്നത് അസാധാരണമായ വഴികളിലാണ്. കാരണം നമ്മെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ അസൈൻ ചെയ്തിരിക്കുന്ന റൂട്ടുകൾ എന്ന് പറയുന്നത് നാം വിശുദ്ധി പ്രാപിക്കേണ്ടുന്ന വഴികളാണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കഷ്ടങ്ങൾ നിറഞ്ഞതാണ്, കണ്ണുനീരുകൾ നിറഞ്ഞതാണ്, വെല്ലുവിളികൾ നിറഞ്ഞതാണ്, പ്രതിസന്ധി നിറഞ്ഞതാണ്. പക്ഷെ അതൊന്നിനാലും ദൈവം ആ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യുന്നില്ല. നാം എത്ര കരഞ്ഞാലും എത്ര ഭാരപ്പെട്ടാലും നമ്മളുടെ പ്രതിസന്ധി ഒന്നും സ്വർഗത്തിലെ ദൈവം നോക്കുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ട് വിട്ടാൽ ആദ്യത്തെ 2-3 ദിവസം കണ്ടത് ഭയങ്കര കരച്ചിലും ബഹളമായിരിക്കും. എന്നാ പിന്നെ ആ കുഞ്ഞിനെ സ്കൂളിൽ വിടണ്ട, ഇനി വീട്ടിൽ ഇരുന്ന് പഠിക്കട്ടെ എന്ന് വെച്ചാൽ ഏതെങ്കിലും മാതാപിതാക്കന്മാർ റെഡിയാവോ? അതിന്റെ കരച്ചിലിനേക്കാളും വലിയ ഒരു ഭാവി കുഞ്ഞിന്റെ മേൽ കണ്ടിട്ടാണ് അതിനെ നേഴ്സറിയിലാണെങ്കിലും LKG UKG കൊണ്ടതിനെ വിടുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് നല്ലതൊന്ന് മുൻകണ്ടിട്ടാണ്. ആമേൻ. ഇന്ന് ആ ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പൊ അവൻ കരഞ്ഞാൽ പിന്നത്തേതിൽ അവൻ വളരും. എന്നാൽ ഇന്ന് അവന്റെ കരച്ചില് തുടച്ച് അവനെ സന്തോഷത്തിൽ വിട്ട പിന്നീട് കൂടെ ഉള്ളവരെല്ലാം കരയേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ടെങ്കിൽ നമ്മെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ സ്വർഗീയ പിതാവ് നമ്മെ ഓരോരുത്തരെയും നടത്തുന്ന വിശേഷതയുള്ള പാതകളിൽ കണ്ണുനീരും കഷ്ടങ്ങളും ആമുഖമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അതിൽ നമ്മൾ ഭാരപ്പെടരുത്. ഇതിന്റെ ഒടുക്കം നിത്യ സന്തോഷമാണ്, ഇതിന്റെ ഒടുക്കം നിത്യ ഫലമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അസാധാരണ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തമാണ് ഈ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആമേൻ. അല്ലെങ്കിൽ ഭീരുക്കളെ ദൈവത്തിന് ആവശ്യമില്ല, അവിശ്വാസികളെ ദൈവത്തിന് ആവശ്യമില്ല, ഇങ്ങനെയുള്ളവരെ ആരെ ദൈവത്തിന് ആവശ്യമില്ല. കർത്താവിന് വേണ്ടി ധീരമായിട്ട് നിൽക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. ആമേൻ. നാം ധീരതയോടെ നിൽക്കുവാനായിട്ട് സ്വർഗം നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുകയാണ്. നമ്മൾ പിന്മാറരുത്. ആമേൻ. അത് പിന്മാറിയാൽ അത് ശാപത്തിന് അടുത്തതാണ്. അതിൽ ഒരിക്കൽ നമ്മളിൽ നിന്ന് പോയ സ്വന്തം കെട്ട ശാപമല്ല പിന്മാറുന്നതോടുകൂടെ വലിഞ്ഞു കയറി വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉണർവോടെ ഇരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്ന ഞാൻ ഈ ഓൺലൈനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടത്തെ എനിക്ക് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുന്നവരെ കർത്താവ് കണ്ടോണ്ടാ ഇരിക്കുന്നത്. നിന്റെ പ്രശ്നത്തിന് മുമ്പ് നീ കുഴയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധി സുബോധമുള്ളവനായിട്ടിരിക്കണം. വായിച്ചേ. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിടത്ത് നമുക്ക് കഷ്ടത ഉണ്ടായാൽ നമ്മളോട് അടുത്ത പട്ടണത്തിലേക്ക് പൊയ്ക്കോ,
ആമേൻ. കർത്താവിന്റെ ആലോചന അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ആമേൻ. നമ്മൾ ഒരിടത്ത് ചെന്ന് നിന്നു, അവിടെ മാത്രം എൻ്റെ അവസാന ശ്വാസം അവിടെയാണെന്നല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുന്നത് അടുത്ത ഇടങ്ങളിലേക്കാണെങ്കിൽ അങ്ങോട്ട് ചലിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ഇന്ന് ഈ വചനം ചിന്തിക്കുമ്പോൾ അവിടെ വായിച്ചുവല്ലോ, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ. അപ്പോൾ മനസ്സിലായി, കർത്താവിന്റെ നാമനിമിത്തമാണ് സ്തോത്രം ഈ പ്രതിസന്ധികൾ, അതായത് സഹോദര സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിൽ ഏൽപ്പിക്കും, അമ്മയപ്പന്മാർ എതിരായി മക്കൾ എഴുന്നേറ്റ് കൊല്ലിക്കും, പകയ്ക്കും. സ്തോത്രം. നമ്മൾ ഈ വാക്യം നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിതമായ ഭാഗമാണ് വെളിപ്പാട് പുസ്തകം, അതിന്റെ 5-ാം മുദ്ര എന്നുള്ളത്. ആമേൻ. 5-ാം മുദ്ര നമ്മളിവിടെ കാണുമ്പോൾ അഞ്ചാം മുദ്ര ഭേദിക്കുന്ന സമയത്ത് അവിടെ വായിക്കുന്ന കാര്യം, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴെ കണ്ടു. അടുത്തത് ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, വെളിപ്പാട് പുസ്തകം നമ്മൾ ഈ കാണുന്ന 5-ാം മുദ്രയിൽ കാണുന്ന രംഗം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ അവിടെ കാണുകയാണ്. അപ്പോൾ ഈ സാക്ഷ്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ 10-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കണ്ടത് അല്ലേ? അവിടെ വായിക്കുന്ന എന്താണ്? എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അടുത്തത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ സഹിച്ചു നിൽക്കുവാനായിട്ട് സ്തോത്രം, സഹിച്ചു നിൽക്കുന്നവന് മാത്രമേ രക്ഷ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ നാളുകളിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത്, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിൽ ഏൽപ്പിക്കും, അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. അപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിന്റെ നാമം ഹേതുവായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ലോകത്തിൽ ഈ നാളുകളിൽ നടക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ശക്തമായ പീഡനങ്ങൾ സഭയ്ക്കെതിരെ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സഭയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, രക്തസാക്ഷികളായി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന ഒരു കൂട്ടരെ ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൊണ്ട് ഞാൻ പറയാം, ഹല്ലേലൂയ, സഭയ്ക്കകത്ത് ഇതുവരെ സത്യവചനം വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് തീഷ്ണതയുള്ള ദൈവമാണ്, വ്യവസ്ഥയുള്ള ദൈവമാണ്, പാപത്തിന് വിധേയപ്പെടുന്നില്ല, വഴിപ്പെടുന്നില്ല, വിശുദ്ധിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നീതിയുടെ മാർഗത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത എല്ലാ സ്വഭാവങ്ങളിലും ഇരിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പോകത്തില്ല. അവൻ എത്ര നല്ലവനാകാൻ ശ്രമിച്ചാലും ബേസിക്കലി അവൻ പാപി തന്നെയാണെന്നുള്ളത് വെളിപ്പെടുത്തി തുടങ്ങുമ്പോഴാണ് അനേക ഭവനങ്ങൾ കീഴ്മേൽ മറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, അപ്പൊ അതിനും കിട്ടുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ ഒരുത്തര് വെള്ളം നിലയെങ്കിൽ കൊടുത്ത് അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹപ്രത്യകന്മാരും സഹോദരന്മാരും വന്നു തീരുവയോളം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, കൈവിടപ്പെട്ടു പോയവർ രക്തസാക്ഷികളായി തീരാൻ പോവുകയാണ്. അപ്പോൾ ഈ കൈവിടപ്പെട്ടു പോകുന്നവർ രക്തസാക്ഷികളായി തീരുന്ന വാക്യമാണ് ഇവിടെ കാണുന്നത്. അതിന് മറ്റൊരു കാര്യം, ഇത് ആരാണ് ഇവരോട് യുദ്ധം ചെയ്യുന്നത്? അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ 13-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിത് വായിക്കുമ്പോൾ. അതിന്റെ 13-ന്റെ 4-ാം വാക്യം മുതൽ വായിച്ചേ. വെളിപ്പാട് ദിവസം 13-ന്റെ 4-ാം വാക്യം മുതൽ. സോദരി, ഇവിടെ ശ്രദ്ധിക്കണം, മഹാസർപ്പം എവിടെ കിടക്കുന്നേ?
മഹാസർപ്പം കിടക്കുന്നത് സ്വർഗത്തിലാണ്. രണ്ടാം സ്വർഗമാകുന്ന സ്പേസിൽ ഈ സാധനം നിൽക്കുക. അവിടെ നിൽക്കുന്ന മഹാസർപ്പത്തെ ആരാധിക്കാനായിട്ടാണ് ആര് വരുന്നത്? എതിർ ക്രിസ്തു എന്ന വ്യക്തിക്ക് ശക്തി ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് വിപരീതമായി നിൽക്കുന്ന കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ദുരാത്മാവ് സകല മനുഷ്യരെയും രാജാക്കന്മാരെയും വശീകരിച്ച് യുദ്ധത്തിനായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ തന്നെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് സ്തോത്രം എവിടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്? സഭയ്ക്കകത്ത് വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. വളരെ 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 ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ സഭയ്ക്കകത്ത് വരെ കിടക്കുകയാണ്. കാരണം 5-ാം മുദ്രയ്ക്കകത്ത് നമ്മൾ അവിടെ ഭേദിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാര്യം എന്താണ്? അവര് പറഞ്ഞ സാക്ഷ്യം ഹേതുവായാണ് അവർ അറുക്കപ്പെട്ടവര്. പക്ഷെ അവർ എടുക്കപ്പെട്ടില്ല. അവർ കൈവിടപ്പെട്ടു പോയവർ പിന്നീട് രക്തസാക്ഷികളായി തീരേണ്ടി വരികയാണ്. അപ്പോൾ കൈവിടപ്പെട്ടു പോയവർ രക്തസാക്ഷികളായി തീരുമ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യഹേതുവായി അവരെ സ്വന്തം ഭവനത്തിൽ വെച്ച് കൊന്നുകളയുകയാണ്. കാരണം ആരാണോ ഈ മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നത് അവർ രാഷ്ട്രത്തിന്റെ മുമ്പിൽ കുറ്റവാളികളായിട്ട് മുദ്ര കുത്തപ്പെടുന്ന സമയത്തിലേക്ക് വരുവാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതായത് ക്രിസ്തു മാർഗത്തെ സ്തോത്രം തെറ്റായ ദിശയിൽ വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ച് രാജ്യദ്രോഹികളായി മുദ്ര കൊട്ടുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അവരെ കൊന്നുകളയുവാനായിട്ട്, അവരാണ് സകല പ്രശ്നത്തിന്റെയും കാരണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അങ്ങനെ അവരെ കൊന്നുകളയും. പക്ഷെ അതിനു മുമ്പായിട്ട് ഈ വരുന്ന എതിർ ക്രിസ്തു എന്ന് പറയുന്നത് വന്ന് കുറെ ടെക്നോളജി ഉണ്ടാക്കി ഒരിടത്തിരുന്ന് വാഴുകല്ല. ഈ വ്യക്തിക്ക് ഇത്ര സ്വീകാര്യത കിട്ടാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. അതാണ് നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിന്റെ തുറന്ന് വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വാക്യം തുറന്ന് വായിച്ചേ പറയാം. 13-ാം അധ്യായം സ്തോത്രം അതിന്റെ 4-ാം വാക്യം മുതല വായിച്ചേ. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അടുത്തത് മൃഗത്തോട് തുല്യനാണ്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. മൃഗത്തിന് തുല്യനൻ ആര്? അടുത്തത് അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം. ഈ രംഗത്തിലേക്ക് ഈ ഭൂമി പോകാൻ പോവുകയാണ്. പിശാചിന് മഹത്വം കൊടുക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പിശാച് എന്ന് പറയുമ്പോൾ ഈ മഹാസർപ്പത്തെ വാണുകൊണ്ടിരിക്കുന്ന ശക്തിയെ സ്തോത്രം ഹല്ലേലൂയ വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, അതിന് സാത്താനെ ആരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. സാത്താന്റെ ശക്തി ആർക്കും വ്യക്തമായിട്ട് അറിയാവോ? ഇല്ല. പിന്നെ എങ്ങനെയാ അതിനെ വാഴുന്നത്? എങ്ങനെയാണ് അതിനെ നമസ്കരിക്കുന്നത്? അടുത്ത വാക്യങ്ങളാണ് പ്രശ്നം. വായിച്ചേ, വേഗം വായിക്ക്. കണ്ടോ? വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന്. ഇത് പരദൂഷണം പറയുന്ന വായ എന്നല്ല അർത്ഥം. പിന്നെ എന്താണ്? സത്യം. കർത്താവായ യേശുക്രിസ്തു സത്യ ദൈവമാണ്. അവൻ നിത്യജീവനാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലയുള്ള വചനങ്ങളാണ്. അത് സത്യവചനങ്ങളാണ്. ആ വചനത്തിന്റെ കാര്യം കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ സ്തോത്രം ഹല്ലേലൂയ പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു. ആ സ്തോത്രം എന്നെ എന്ന ആരും അംഗീകരിക്കുന്ന സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നവൻ വരാൻ പോവുകയാണ്. സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയും. മനസ്സിലാകുന്നുണ്ടോ? ഈ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്ന എതിർ ക്രിസ്തുവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവന് വമ്പും ദൂഷണമുള്ള വായ് ലഭിച്ചു, അല്ലെ? അവന് ലഭിച്ചു. അടുത്ത വാക്യം വായിച്ചേ. ഓക്കെ. അടുത്തത് അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിക്കുവാൻ ദൈവദൂഷണത്തിനായി. ഇത് കണ്ടോ? ഈ വാക്ക് ശ്രദ്ധിച്ചോ? വായിക്കുമ്പോൾ നമ്മൾ വെളിപ്പാടോടെ അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് വായിക്കാൻ ഇടയാകട്ടെ. അവിടെ വായിക്കുന്ന ആ പദം ശ്രദ്ധിച്ചോ? അവിടെ വായിക്കുന്നത് അവൻ ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും. ശ്രദ്ധിക്കണം. അപ്പോ ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ കൂടാരമാകുന്ന ദൈവ സന്നിധിയെ കുറിച്ച് ദൂഷണം പറഞ്ഞാൽ ഇന്ന് വരെയും മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇത് ഗവൺമെന്റുകൾ വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടം വരാൻ പോവുക. മനസ്സിലാകുന്നുണ്ടോ?
ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം, ലോകത്തിന്റെ ആധിപത്യം നമ്മൾ ദാനിയേൽ പ്രവചനം നോക്കുന്ന സമയത്ത് ഈജിപ്ത്, ബാബിലോൺ, മീഡോ പേർഷ്യ, ഗ്രീസ്, റോം, അല്ലെ, ഈ പറഞ്ഞ അതിന്റെ ഏറ്റവും അവസാനം പിന്നെ രാജ്യത്വം വരുന്നുണ്ട്. അപ്പോൾ ഒരു കൈ തൊടാതെ ഒരു കല്ല് വന്ന് അതിന്റെ പാദത്തിൽ അടിച്ചു, അത് മുഴുവൻ ഇടിഞ്ഞുപോയി. അപ്പോൾ ഈ രാജ്യത്വങ്ങളെല്ലാം ദൈവരാജ്യത്തിന് എതിര് തന്നെയാണ്. മനസ്സിലാക്കണം, അതിന്റെ അധിപതികൾ വരുന്നതെല്ലാം അവരെല്ലാം എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവരാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ല, ഇന്നുള്ള രാഷ്ട്രീയ മേഖലകളെല്ലാം ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ എല്ലാം നടത്തുന്നത് ഈ സ്പിരിറ്റ് അല്ല, അവരിലൊന്നും ദൈവാത്മാവല്ല വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവരിൽ ഇരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ആത്മാ. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഈ വരുവാൻ പോകുന്ന എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തലമുറകളായിട്ട് സജ്ജമാക്കിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒടുവിൽ എല്ലാം കൊണ്ട് ശ്രേഷ്ഠമായ ഒരു രാജ്യത്വമാണെന്ന് വെച്ച് വമ്പും ദൂഷണവും പറയുന്ന ഒരുവൻ അതിന്റെ നിറകിൽ കയറി നിന്ന് സംസാരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഒന്ന്. അടുത്തത്, അവൻ ആ ദൂഷണം പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇവൻ ഇത്ര പ്രസക്തി കിട്ടുന്നത്, ഇത്ര സ്വീകാര്യത കിട്ടുന്നത്? ഇവൻ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന്റെ കൂടാരത്തെ കുറിച്ച്, അതായത് സ്വർഗീയ യെരൂശലേം, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തെ കുറിച്ചാണ് ഇവൻ ദൂഷണം പറയുന്നത്. അപ്പോൾ അതുവരെ അവൻ എവിടെയായിരുന്നു? അവൻ എപ്പോഴാ ഇങ്ങോട്ട് പോന്നേ? അവൻ എപ്പോഴാ ഇങ്ങോട്ട് പോകുന്ന വെച്ചാൽ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് എപ്പോഴാ ഇങ്ങോട്ട് പോകുന്നതെന്ന്. അതിന്റെ 12-7 വായിക്കുന്നു. പിന്നെ വേഗം വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കും. 12-7 വായിച്ചേ. കണ്ടോ, മഹാസർപ്പം. ഈ മഹാസർപ്പമാണ് ഇപ്പൊ എതിർ ക്രിസ്തുവിന് ശക്തി കൊടുത്തത്. ഇവന്റെ വാക്കുകൾക്ക് ശക്തി ലഭിച്ചത്, ആശയങ്ങൾക്ക് ശക്തി ലഭിച്ചത് എപ്പോഴാ? ഈ മഹാസർപ്പം അവിടുന്ന് താഴോട്ട് പോന്നു കഴിഞ്ഞപ്പോഴാണ്. വായിച്ചേ. പടവെട്ടി ജയിച്ചില്ലതാനും. കണ്ടോ, അപ്പോ ഇവന്റെ ആ സ്ഥാനം അവന് നഷ്ടപ്പെട്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇനി അവിടെ പോയി അവിടെ വെച്ച് കൂടുവെക്കുന്ന പരിപാടിയില്ല. അവിടെ ഇനി അവന് ഇടവില്ല. അപ്പൊ മനസ്സിലാക്കണം, ഈ സ്പേസില് ഒന്നാം സ്വർഗം മേഘമണ്ഡലം, ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം നക്ഷത്രമണ്ഡലം, മൂന്നാം സ്വർഗം ദൈവസന്നിധി. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, ഈ രണ്ടാം സ്വർഗത്തിൽ ഇരിക്കുന്ന ഈ ദുരാത്മ ശക്തിയാകുന്ന സാത്താന്യ ശക്തിയെ, ഈ മഹാസർപ്പത്തെ, അവന്റെ ഇടം അവിടെ നിന്ന് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവനെ അവന് യുദ്ധം നടന്ന് അവനെ അവിടെ നിന്ന് തള്ളിയിട്ട് കളയുകയാണ്. അത് നടന്നില്ല കേട്ടോ, നടക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്. വെട്ടിത്താലിയിട്ട് എന്ന് പറഞ്ഞ് നടക്കാൻ പോണ കാര്യമാണ്, നടന്നിട്ടില്ല അത്. ആമേൻ. അങ്ങനെ അത് സംഭവിക്കുമ്പോൾ ഈ വരുന്ന മഹാസർപ്പത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാവോ? വായിച്ചേ, തുടർന്ന് വായിച്ചേ. കണ്ടോ, എന്തൊക്കെയാ ഭൂതലത്തെ, ശ്രദ്ധിക്കണം, മുഴുവനും തെറ്റിച്ചു കളയുന്ന. കണ്ടോ, അപ്പം പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭൂതലത്തെ തെറ്റിച്ചവനെ ഭൂതലത്തിലേക്ക് തള്ളിയിടുന്നതാണ് നീതി. ആർക്കും കത്തിയില്ലല്ലേ? ഈ ഭൂമിയെ തകർത്തവനെ, ഭൂമിയിൽ നിൽക്കാതെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ സ്വഭാവത്തിന് സ്വർഗത്തിന് ദൈവം എന്ത് ചെയ്തു? ഈ നശിക്കുന്ന ഭൂമിയിലേക്ക് തന്നെ നശിപ്പിച്ചവനെ തള്ളിയിടുന്നതാണ് ദൈവസന്നിധിയിൽ നീതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ഓരോരുത്തരും, ദൈവമക്കൾ ഓരോരുത്തരും പല ദേശങ്ങളിലും പല രാജ്യങ്ങളിലും കഷ്ടത അനുഭവിക്കുമ്പോൾ ഈ കഷ്ടത ഉളവാക്കുന്നവനങ്ങൾ മുകളിൽ ഇരുന്ന് റിമോട്ട് കൺട്രോളിൽ ഇങ്ങോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയുക. മനസ്സിലാകുന്നുണ്ടോ? ഇനി കൺട്രോൾ ചെയ്യുന്നവൻ ഇവിടെ തട്ടി ഇങ്ങോട്ട് ഇടുമ്പോൾ കഷ്ടം അനുഭവിച്ച് നമ്മൾ അവന്റെ സന്നിധി ചെല്ലാൻ പോവുകയാണ്. നമ്മൾ നമ്മൾ ഹെവനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ വഴി അടുത്തോണ്ടിരുന്ന പിശാച് പിന്നെ ആ വഴി കാണത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഇന്ന് പകൽ നേരം ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത്, ദൈവമക്കൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കണം, സാത്താനെ നമ്മളൊന്ന് ആഴത്തി പഠിക്കണം. ഇവൻ എന്ത് ചെയ്യുന്നത് ശ്രദ്ധിച്ചേ? ഭൂമിയെ നശിപ്പിച്ചിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് ഭൂമിയിലിരിക്കുന്ന വിശുദ്ധന്മാരുടെ കുറ്റം പറഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുന്നു. ഇവനെ താഴോട്ട് വിട്ടു കഴിഞ്ഞു കഴിയുമ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയെ കുറിച്ചുള്ള കുറ്റം കൈവിടപ്പെട്ടവരോട് പറയുന്നു. അപ്പൊ ഇവന്റെ സ്വഭാവം ശ്രദ്ധിക്കണം. സാത്താന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ്. അവിടെ കിടക്കുമ്പോൾ നമ്മുടെ കുറ്റം പറഞ്ഞ് സ്വർഗത്തിൽ കയറുന്നു. ഇവിടെ വീട് കിടക്കുമ്പോൾ അവിടുത്തെ കുറ്റം പറഞ്ഞ് ഇവിടെ വീട് കിടക്കുന്നവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ഈ കുറ്റം പറഞ്ഞ് ഒരിടത്ത് കയറിക്കൂടുന്നവരെല്ലാം സൂക്ഷിച്ചോളം അവനിലല്ലേ ഇരിക്കുന്നത് ഭൂറാത്മാവാണ്.
മനസ്സിലാവുന്നുണ്ടോ? കുറ്റം പറഞ്ഞ് കയറി വരുന്നവനെ എല്ലാം സൂക്ഷിച്ചോണം. അവന്റെ പിന്നിലിരിക്കുന്നത് മറ്റൊരു സ്പിരിറ്റാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് വായിച്ച ഇവന്റെ സ്വഭാവം നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ വായിക്കുമ്പോൾ ഭൂതലത്തെ മുഴുവനെ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെ സ്തോത്രം ഇവനോട് ഫൈറ്റ് ചെയ്ത്. അപ്പൊ ഈ സമയത്താണ് എന്ത് ചെയ്ത്? ആൺകുട്ടി എന്ന് അറിയപ്പെടുന്നു. നമ്മളിവിടെ കാണുന്നു, സ്ത്രീ പ്രസവിച്ചു. ആ പ്രസവിച്ച സ്ത്രീ ഉടനെ ആൺകുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പ്രസവിച്ച സ്ത്രീയെ സ്വന്തം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്ത്രീയോട് പോരാടാൻ വേണ്ടിയാണ് ആരിറങ്ങി വരുന്നത്? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഒരു പോരാട്ടം അവിടെ കാണുന്നുണ്ട്. തീർന്ന നിറമുള്ള മഹാസർപ്പം. ഈ മഹാസർപ്പം സ്വർഗത്തിലിരുന്ന ഇവനെ താഴോട്ട് ചാടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പഴയ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യാനാണ് പിന്നെ ഇവിടെ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവസഭ എവിടെ ചെന്നു? സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഒന്നാം പുനരുത്ഥാനത്തിന് പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണെന്നു. അപ്പോൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ഭൂമിയിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ ഒരുങ്ങാതെ തോന്നിവാസം പ്രോസ്പെരിറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് അന്ന് രക്തസാക്ഷിയാകാനുള്ള ചോയ്സേ മുമ്പിലുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് പഠിച്ചു വന്നപ്പോ എന്റെ ഉള്ളത്തോട് ഇടപെട്ട്, ദൈവമേ, ഇത് വളരെ ആഴമുള്ള കാര്യമാണ്. ആരെ രക്തസാക്ഷി ആകുന്നത്? അങ്ങ് രക്തസാക്ഷി ആകുമ്പോ പ്രോസ്പെരിറ്റിയുടെ മുമ്പിൽ ഇരിക്കുന്നവന്മാര് പറയും ഇവന്മാരുടെ വായടക്കി. അപ്പൊ മറ്റൊരു കൂട്ടർ പറയും നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാനല്ലേ, നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരല്ലേ, നമ്മൾ എന്തേ കൈവിടപ്പെട്ടെന്ന് ചോദിക്കുമ്പോ വഴി തെറ്റിച്ചവർക്ക് മറുപടി കിട്ടാതെ വരുമ്പോ അവര് കൊല്ലാൻ തുടങ്ങും. പുറത്തുനിന്നുള്ളവരല്ല, അകത്തുള്ളവരെ കൊല്ലാൻ വരുന്നേ. ഇവരാരുടെ ഏജന്റാ? ഇവർ ഈ മഹാസർപ്പത്തിന്റെ ഏജന്റുകളാണ്. ഹല്ലേലൂയ. നമുക്ക് മറ്റു തുടർന്ന് വായിക്കാം, ഒത്തിരി വിഷയം പറയാനുണ്ട്. 12-ാം അധ്യായം നമ്മൾ തുടർന്ന് വായിച്ച 10 മുതൽ വായിച്ചേ. തള്ളിക്കളഞ്ഞു ദൂതന്മാർ. അവിടെ 9 വായിച്ച ഭൂതലത്തിലുള്ള തെറ്റിച്ചു കളഞ്ഞു പിശാചിനെ സാത്താനെയും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അടുത്ത വാക്യം പറഞ്ഞു കേട്ടത് ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ വാക്യങ്ങളെ നമ്മൾ ഈ കാര്യം ചിന്തിക്കും. നമ്മൾ ഈ ക്ലാസിക്കൽ പ്രീ ട്രിബുലേഷൻ തിയറി അനുസരിച്ച് പഠിച്ചാൽ ഇത് പിടികിട്ടത്തില്ല. ഇനി ശ്രദ്ധിക്കണം, ഈ സംഭവം മനസ്സിലാക്കുമ്പോൾ ഇതിപ്പോ ഞാൻ പറയട്ടെ, ദൈവസഭ സ്വർഗത്തിൽ ചെന്നു, മഹാസർപ്പം ഭൂമിയിലേക്ക് പോകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഇതിന്റെ കൂടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 10-ാം വാക്യം നമ്മൾ 12:10 വായിച്ചു തന്നെ. ഈ അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് 11-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. മേളില് 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗ്ഗത്തിലൊരു മഹാഘോഷം ഉണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഈ രണ്ട് കാര്യങ്ങളും ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇവിടെ അതായത് ഈ മഹാസർപ്പത്തെ ഭൂമിയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു. ഇവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവനെ ഭൂമിയിലേക്ക് തള്ളിയിട്ട് പഴയ പാമ്പിനെ, അല്ലെ പഴയ മഹാസർപ്പമായ പഴയ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ പറയുന്ന കാര്യമാണ്, ഇപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങി. ഇവനെ, അതായത് ഈ മഹാസർപ്പത്തെ സ്വർഗത്തിൽ നിന്ന് അവനെ യുദ്ധം ചെയ്ത് അവനെ അവിടെ നിന്ന് മാറ്റിക്കളയുമ്പോഴാണ് ക്രിസ്തുവിന്റെ ആധിപത്യം ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ലോകവും ഇതിന്റെ സകല മഹത്വം അവസാനിക്കാൻ പോവുകയാണ്. നമുക്കൊരു പുതിയ സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ആധിപത്യം വരുമ്പോ ഇതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുന്ന എന്താണ്? ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന്. അടുത്തത് ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണു, ദൈവത്തെ നമസ്കരിച്ചു. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവരും നീ മഹാശക്തി ധരിച്ച് വാഴുകയാ,
ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. ജാതികൾ കോപിച്ചു, ജാതികൾ കോപിച്ചു. നിന്റെ കോപവും വന്നു. ശ്രദ്ധിക്കണം, ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വായിച്ചു, ഈ മഹാസർപ്പത്തെ അവിടെ നിന്ന് തള്ളി താഴോട്ടിടുകയും ദൈവസഭ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് 24 മൂപ്പന്മാര് വീണ് ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. രാജ്യത്വം ക്രിസ്തുവിനായി തീർന്നിരിക്കുന്നു. അവന്റെ രാജ്യത്വം ആരംഭിക്കുകയാണ്. ഇനാഗുറേഷൻ ഡേ നമ്മളവിടെ ചെന്നിട്ടാണ് ക്രിസ്തുവിന്റെ സ്തോത്രം, അവന്റെ സ്തോത്രം വാഴ്ചയുടെ ആരംഭം തുടങ്ങുകയാണ്. സിംഹാസനത്തിൽ വാഴുവാൻ പോവുകയാണ്. എപ്പോഴാ? നമ്മൾ അവിടെ ചെന്നിട്ട് ലേഖനോട് ചോദിച്ചാൽ പറയും, നാമം അവരോടുകൂടെ എത്തേണ്ടതിന് നമുക്കൊന്ന് നല്ലതൊന്ന് മുൻകണ്ടിട്ട് നാം എത്താതെ അവർ രക്ഷാപൂർത്തി പ്രാപിച്ചിട്ടില്ല. നമുക്ക് വരുന്നത്, നമ്മൾ ചെല്ലുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വചനപ്രകാരം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജ്യത്വം പ്രാപിക്കുകയാണ്. ഈ രാജ്യത്വം പ്രാപിക്കുന്ന ഈ ഒരു സംഭവം, ഒരു വിഷയത്തെ പല അധ്യായങ്ങളിൽ കണ്ടുകൊണ്ടാണിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ടല്ലോ എന്താണ് ഇതിനു മുമ്പ് നടക്കുന്നത്. ദൈവസഭയിലേക്ക് ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. മഹാസർപ്പത്തെ അവിടെ നിന്ന് മീഖായേല് യുദ്ധം ചെയ്ത് അവനെ വെട്ടി, അവന്റെ ദൂതന്മാരെ ഭൂമിയിലേക്ക് തള്ളിയിടുന്നു. ഈ തള്ളിയിട്ട് അവൻ താഴോട്ട് വന്നു കഴിയുന്ന ആരിലേക്കാ വരുന്നത്? എതിർ ക്രിസ്തുവിന് ശക്തി ലഭിക്കുകയാണ്. ഈ മഹാസർപ്പം ഭൂമി വന്നാൽ മാത്രമാ എതിർ ക്രിസ്തു എന്ന വ്യക്തിക്ക് പൂർണ്ണമായ ശക്തി ലഭിക്കുന്നുള്ളൂ. ഈ ശക്തി ലഭിക്കുന്നത് വരെയും തിരിച്ചറിയണം, ആളെ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന് തടുക്കുവാൻ വെളിപ്പെടുവാൻ കഴിയാത്തത്. വഴിയിൽ നിന്ന് തടുക്കുന്ന ദൈവസഭ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന് വെളിപ്പെടാൻ കഴിയാത്തത്. എന്നാൽ നമ്മെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞ് മഹാസർപ്പം ഭൂമിയിലേക്ക് വന്നാൽ എതിർ ക്രിസ്തുവിന് ഫുൾ പവറാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഇതിന്റെ കൂടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. 11-ാം അധ്യായം 15-ാം വാക്യം വായിച്ചു. എന്താണ്? ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന് കണ്ടു. ഇത് സംഭവിക്കുന്നത് ദൈവസഭ എടുക്കപ്പെടുന്നതിന് തുല്യമാണെന്നുള്ളതിന് വ്യക്തമായൊരു വാക്യം കിടപ്പുണ്ട്. എവിടെയാണെന്നറിയാവോ? സ്തോത്രം, അതിന്റെ 10-ാം അധ്യായം. സ്തോത്രം അതിന്റെ സ്തോത്രം 2 മുതൽ വായിച്ചു. 10-2 മുതൽ വായിച്ചേ. അല്ല 1 മുതൽ വായിച്ചോ. മനസ്സിലാകട്ടെ. മറ്റൊരു ദൂതൻ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലത്തെ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലം ഉണ്ടാവുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായ എന്നേക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വായിക്കേണ്ടത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, അല്ലെ? അതിന്റെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, 4:13 നമുക്കൊന്ന് വായിക്കാം. അവിടെ വായിക്കുന്ന എന്താണ്? സഹോദരന്മാരെ, നിങ്ങൾ 4-ന്റെ സ്തോത്രം നമുക്ക് 16 മുതൽ വായിക്കാം. 4:16, അല്ലേ? ഈ 4:16 വായിക്കുമ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ ആ 10-ാം അധ്യായത്തിൽ കണ്ട ദൂതനുണ്ടല്ലോ, ആ ദൂതനും ഈ പറയുന്ന ദൂതനും ഒരാളല്ലേ? ഹല്ലേലൂയ. അതെന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന എന്താണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ച നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ
ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഈ ദൂതനെ ഒരു കാൽ സമുദ്രത്തിലും ഒരു കാൽ എവിടെ വെച്ചിരിക്കുന്നു? ഭൂമി മേലും വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്തോത്രം ഈ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കണ്ടൊരു കാര്യം, സ്തോത്രം അതിന്റെ 12-ന്റെ 7 നമ്മൾ വായിച്ചു. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. സ്തോത്രം മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ഇത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം ഈ മഹാസർപ്പത്തോട് പടവെട്ടുകയാണ്. ആ പടവെട്ടുന്ന സമയത്ത് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്ന? ഈ ദൈവം കൽപ്പിച്ചാക്കി ഈ ദൂതൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ കാണുന്നത് എന്താണ്? അവന്റെ മുഖം സൂര്യനെ പോലെ, കാൽ തീ തൂണ് പോലെയും ഉള്ളവൻ, അവന്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. വെളിപ്പാട് ദിവസം 10-ാം അധ്യായം വായിക്കുന്നത് ഉണ്ടായിരുന്നു. സ്തോത്രം. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക്. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ വീണ്ടും ചില കാര്യങ്ങള് കർത്താവ് സീൽ ചെയ്തിട്ടിരിക്കുക. ഇപ്പോഴും അറിയത്തില്ല അതെന്നാന്ന്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം വെളിപ്പെടുത്തി എന്ന് പറയുമ്പോഴും വെളിപ്പെടുത്താത്ത 7 ഇടിനാദത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 7 തണ്ടേഴ്സിനെ കുറിച്ച് പറയുക. അപ്പൊ ശ്രദ്ധിക്കണം, 7 കാഹളം, 7 കലശം, 7 മുദ്ര, 7 ഇടിനാദം ഇവിടെ കിടപ്പുണ്ട്. 7 ഇടിനാദം എന്നാന്ന് ആർക്കും അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? 7 ഇടിനാദം എന്നാണ് അവിടെ, അത് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. വായിച്ചേ. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഒന്നിനും മുദ്രയിടൽ, എല്ലാം തുറന്നിരിക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 ഇടിനാദത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതെന്താന്ന് ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. അതായത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ 2 സാക്ഷികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ തൊട്ടടുത്ത്. ഈ 2 സാക്ഷികൾ ആരാന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് എല്ലാവരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഏലിയാവ് ആണ്, മോശയാണ്, അല്ലെങ്കിൽ സ്തോത്രം ആരാണ്, ഹാനോക്കും ഏലിയാവ് ആണ്. ഇങ്ങനെ പല എക്സ്പ്ലനേഷൻ അതിനെ കുറിച്ച് കിടപ്പുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ആരാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ആ കാലത്ത് അല്ലേ, അവിടെ 2 സാക്ഷികൾ 11-ാം അധ്യായം കിടക്കുന്നത്. അതിന്റെ 11-ന്റെ 3 വായിക്കുന്നത്, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അന്ന്, അതായത് ഈ സംഭവം നടക്കുന്ന അന്ന് 2 പേർക്ക് അതിന് വരം ലഭിക്കുകയാണ്. അത് ആരാന്ന് ആർക്കും അറിയത്തില്ല. ഇതല്ലാതെ ഏലിയാവും മോശയൊന്നും അല്ല ഇത്. മനസ്സിലാകുന്ന അവരല്ല ഇത്. അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന, അതായത് ഈ കാലഘട്ടത്തിൽ ഇവര് ജീവിച്ചിരിപ്പുണ്ടാകാം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ 2 പേര് ഈ ലോകത്തിന്റെ ഏതോ രാജ്യത്തിൽ എവിടെ 2 പേര് ഇരിപ്പുണ്ട്. മനസ്സിലായി? അന്ന് അവർക്ക് ദൈവം വരം കൊടുക്കും. അന്ന് അവർ 2 പേരും ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്നാണെന്നറിയാം? ഈ 7 ഇടിനാദം ഉണ്ടല്ലോ, ഈ 7 ഇടിനാദം എന്നാന്ന് ഈ കാലഘട്ടത്തിലുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതെന്താണെന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് വെളിപ്പെടുത്തത്തുള്ളൂ. എന്താണ് ആ 7 ഇടിനാദം? എന്താണ് കാണിക്കുന്നത്? എന്താണ് വെളിപ്പെടുത്താതിരിക്കുന്നത്? ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് അത് അറിയാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മളപ്പോ ഇവിടെ പറയുകയാണ് പുത്രന്റെ വരവ് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പുത്രനും കൂടെ അറിയുന്നില്ലെന്ന് പറയുമ്പോഴും ഇവിടെ 7 ഇടിനാദം മുദ്രയിട്ട് കിടക്കുക. അപ്പൊ ചോദിക്കുന്ന, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? 100% ബന്ധമുണ്ട്. തുടർന്ന് വായിച്ചേ. എന്ത് വായിക്കുന്ന? 7 ഇടിനാദം മുടക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ശബ്ദം കേട്ടു. ഇവിടെ ശ്രദ്ധിക്കണം, വലം കൈ ആകാശത്തിലേക്ക് ഉയർത്തി. എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ കാലം ഏതാണെന്നറിയാവോ? ഏതാണ് ആ കാലം? അത് ഈ കാലമാ. അതായത് കാലങ്ങൾ തമ്മിൽ തിരിക്കുന്നത്, ദൈവം കാലങ്ങളെ തമ്മിൽ തിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ദൂതനെ കർത്താവ് ഭൂമിയിലാക്കി വെച്ചു. അവിടെ ദൂതൻ അവിടെ വിളംബരം ചെയ്യുന്നു കേട്ടോ, ഇനി കാലം ഉണ്ടാകില്ലെന്ന്. അപ്പോൾ ഒരു കാര്യം, ഇനി കാലം ഉണ്ടാകില്ല, കാലം അവസാനിച്ചു. അപ്പോൾ ഒരു കാര്യമുണ്ട്, അവിടെ നമ്മളെല്ലാം വായിക്കുന്നത് ഈ കാലം കഴിഞ്ഞ ഉടനെ. ശ്രദ്ധിക്കേണ്ടത് അതെവിടെ കിടക്കുന്നതെന്നറിയോ? എവിടെ കിടക്കുന്ന? വെളിപ്പാട് ദിവസം 6-ാം അധ്യായം മുദ്രകളെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം 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 6-ാം അധ്യായത്തിന്റെ അകത്തല്ല, ഇതല്ല, നമ്മൾ മത്തായി 24 എടുക്കണം. മത്തായി 24-ന്റെ അകത്ത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ലൂക്കോസ് നമുക്ക് നോക്കി കാര്യങ്ങൾ
ഗ്രഹിച്ചങ്ങ് പോവാം. ആമേൻ. ഹല്ലേലൂയ. മത്തായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിൻ്റെ അകത്ത് ഇത് തന്നെ മത്തായി സുവിശേഷം 24:29 നമുക്കൊന്ന് വായിക്കാം. അവിടെ വായിക്കുന്നതിന് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ, തൊട്ടു മുമ്പ് എന്താ നടന്നേ? 6-ാം മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ്, കാരണം ഈ 6-ാം മുദ്രയ്ക്കകത്താണ് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുന്ന, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴുമെന്ന് പറയുന്ന കാര്യം നടക്കുന്നത് 6-ാം മുദ്രയ്ക്കകത്താണ്. 6-ാം മുദ്രയ്ക്കകത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നതിന്റെ 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. കണ്ടോ, ഇതവിടെ സംഭവിക്കുക. പക്ഷേ ഇതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുമ്പോൾ 6-ാം മുദ്ര ഭേദിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലത്ത് നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നു കഴിയുകയാണ്. അതിനെക്കുറിച്ച് മത്തായി ഇവിടെ പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. ആ കാലത്തിലെ കഷ്ടം ഏതാന്ന് ചോദിച്ച വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ച 11-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കണ്ടു. എന്താണ് അവിടെ വായിച്ചത്? 18 വായിക്കുമ്പോ 11:18 വായിക്കുമ്പോ ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. അതായത് ഇത് ജാതികളുടെ കോപകാലമാ. ഈ ജാതികളുടെ കോപകാലത്തിന്റെ ഒടുവിൽ ദൈവസഭ എടുക്കപ്പെടും. അപ്പോഴാണ് ഇനി കാലം ഉണ്ടാകുകയില്ല. ആ കാലം കഴിഞ്ഞ് പിന്നെ ദൈവകോപത്തിന്റെ കാലഘട്ടം ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവകോപത്തിന്റെ കാലഘട്ടം ആരംഭിക്കുക. ആ ദൈവകോപത്തിന്റെ കാലഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഇവിടെ കണ്ട സ്തോത്രം ഈ ദൂതനെ കുറിച്ച് നമ്മൾ ഇവിടെ കണ്ടല്ലോ. അവിടെ വായിക്കുന്നത് ഇനി കാലം ഉണ്ടാകുകയില്ല, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഈ പറയുന്ന ദൈവരാജ്യം സമാഗമനമാകണം, അല്ലെ ദൈവരാജ്യത്തിന്റെ ഇനാഗുറേഷൻ ടൈമിലേക്ക് ദൈവസഭ എടുക്കപ്പെടുന്നു. അപ്പോൾ ഈ കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. അതെപ്പോൾ സംഭവിക്കുന്നു? 7-ാം മുദ്രയുടെ ഭേദനത്തിലാണ് അത് സംഭവിക്കുന്നത്. 7-ാം മുദ്രയുടെ ഭേദനത്തിലാണ് അത് സംഭവിക്കുന്നത്. 7-ാം മുദ്ര അവിടെ ഭേദിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ലോകരാജ്യത്വം ക്രിസ്തുവിനായി തീരുന്നത്? ദൈവസഭ സ്വർഗത്തിൽ ചെല്ലണം. മണവാളനാകണമെന്നുണ്ടെങ്കിൽ മണവാട്ടിയല്ലാതെ, കാന്തയല്ലാതെ പറ്റുമോ? നാം ചെല്ലാതെ രാജ്യത്വം ആരംഭിക്കത്തില്ലെന്ന്. കാര്യം സഹോദരന്മാർ ആദിജാതനാകുന്ന ക്രിസ്തുവിനോടുകൂടെ താൻ വിളിക്കപ്പെട്ട അനേകർ തന്റെ പിന്നാലെ അനുഗമിക്കുകയാണ്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. നാം ദൈവസന്നിധിയിൽ സഹോദരന്മാരെല്ലാവരും ശ്രേഷ്ഠ സഹോദരനാകുന്ന ക്രിസ്തുവിനോടുകൂടെ നാം പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്വം ആരംഭിക്കുന്നത്. കാര്യം നമ്മൾ രാജകീയ പുരോഹിത വർഗമല്ലേ? മനസ്സിലാവേണ്ട, രാജാക്കന്മാർ ഭൂമി ഇരിക്കുക. നമ്മളവിടെ ചെന്നാൽ മാത്രമേ രാജ്യത്വം ആരംഭിക്കത്തുള്ളൂ. അപ്പോൾ അത് എപ്പോ സംഭവിക്കും? 7-ാം മുദ്രയുടെ ഭേദനത്തിങ്കൽ സംഭവിക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതും സ്വർഗത്തിലേക്ക് ദൈവസഭ എടുക്കപ്പെടുന്നതുമായിട്ട് എന്താ ബന്ധമിരിക്കുന്നത്? നമ്മൾ വായിച്ച കാര്യം എന്താണ്? ഇനി കാലം ഉണ്ടാകിയില്ല, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ. എന്നതാ നമുക്ക് ഇതുവരെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കിട്ടിയ മർമ്മം? എന്നതാ? ദൈവസഭ രൂപാന്തരപ്പെടാൻ പോവുകയാണ്. നാളെ ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണ്. കാലങ്ങളായിട്ട് മറഞ്ഞു കിടന്ന മർമ്മമാണിത്. ആമേൻ. ആ മർമ്മം നിവർത്തിക്കപ്പെടുന്ന അന്നാണ്. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മനസ്സിലാക്കണം, നാം ഇവിടെ രൂപാന്തരം പ്രാപിച്ച ഞൊടിയുടെ നേരം കൊണ്ട് നമ്മെ മേഘത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. മരണം കാണാത്തൊരു തലമുറ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് എന്താ സംഭവിക്കുന്നത്? ഈ മഹാസർപ്പമാകുന്ന പഴയ പാമ്പാകുന്ന സാത്താനും പഴയ പാമ്പെന്ന മഹാസർപ്പത്തെ അവിടെ നിന്ന് താഴോട്ട് വിടുകയാണ്. അവനെ വെട്ടി ഈ ഭൂമിയിലേക്ക് വിടുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എവിടെ എത്തി? നമ്മൾ സ്വർഗത്തിൽ ചെന്നു. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ രാജ്യത്വം
ആരംഭിക്കുന്നത്. അപ്പൊ ജാതികളുടെ കോപകാലഘട്ടത്തിന്റെ ഒടുവിൽ നാം സ്വർഗത്തിലേക്ക് ചെല്ലും. ആളല്ലേ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ദൈവകോപത്തിന്റെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോഴാണ് ക്രോധ കലശങ്ങൾ, കാഹളങ്ങൾ ഭൂമിയിൽ അതിനോടുള്ള ബന്ധത്തിൽ ഭൂമിയിൽ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിൽ ദൈവസഭ ഇല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ, അന്ന് കൈവിടപ്പെടുന്നവർ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? എതിർ ക്രിസ്തുവിന്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുകയാണ്. കാര്യം അതുവരെ എതിർ ക്രിസ്തു എന്ന വ്യക്തി ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ശക്തിയില്ല. അതാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 13-ാം അധ്യായം വായിച്ചേ, എന്റെ കൂടെ വേഗം വാ, സമയം പോകുന്നു. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ഭൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. കണ്ടു. അപ്പോൾ വലിയ അധികാരം എവിടെ കിടക്കുകയാണ്? ഇവിടെ എതിർ ക്രിസ്തുവിന് കിട്ടുകയാണ്. അടുത്തത് അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ കണ്ടു. ആ മരണകരമായ മുറിവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അടുത്ത് പറയുമ്പോ അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമി മൃഗത്തെ കണ്ട്. അതായത് എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുവിന്റെ തലക്കെട്ട് പച്ചക്ക് പറഞ്ഞ് ആരാണ്ട് വെടിവെക്കുന്നുണ്ട്. ഏതാണ്ട് വലിയ സ്നൈപ്പർ കൊണ്ട് തല പൊളിക്കുന്ന സാധനം കൊടുക്കുന്നുണ്ട്. ഇത് തല പൊട്ടി 2 പീസായിട്ട് കിടക്കുന്ന ഈ എതിർ ക്രിസ്തു നിമിഷ നേരം കൊണ്ട് പൊളിഞ്ഞ തല വീണ്ടും ഒന്നും കൂടെ അത് ചേർത്ത്, അല്ലെങ്കിൽ എന്താ അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, നമ്മൾ മാജിക്കൊക്കെ കാണില്ലേ, ഇതുപോലെ തകർന്നു പോയവന്റെ തല ഇൻസ്റ്റന്റ് ആയിട്ട് പൊറുക്കും. മറ്റാണ് തുളഞ്ഞ് റൈഫിൾ കൊണ്ടൊക്കെ ആണെങ്കിൽ തല തുളഞ്ഞ് പോയിരിക്കുന്ന അവന്റെ തല നിമിഷം കൊണ്ട് തുളഞ്ഞ തലയൊക്കെ തുരന്നു പോയ തല നിമിഷ നേരം കൊണ്ടും എന്താ പറയുന്നത് അസ്ഥിയും മാംസവും വന്ന് അത് മൂടി പൂർവ്വസ്ഥിതി വന്നിട്ട് ഇവൻ എഴുന്നേറ്റ് നിൽക്കും. ഹല്ലേലൂയ. ഇത്രയും വലിയ അത്ഭുതമൊന്നും സഭകൾക്ക് നടക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ലേ. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഇത് കണ്ടു കഴിയുമ്പോഴേ ലോകരെല്ലാം ഒറ്റക്കെട്ട ഇവനാണ് ദൈവം എന്ന് പറയും. വിസ്മയിച്ച് ഇവനാണ്. അപ്പൊ അവന് സകല മഹത്വം കൊടുക്കും. കാരണം അവനെ കൊല്ലാൻ പറ്റത്തില്ല. അടുത്തത് രക്ഷിക്കപ്പെടാതെ പാപത്തിൽ കിടക്കുന്ന ലോക മനുഷ്യൻ അടുത്ത ആവശ്യം എന്താണെന്നറിയാവോ? മരിക്കാതെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എതിർ ക്രിസ്തു അടുത്തത് ഫോർമുല മനുഷ്യർക്ക് കൊടുക്കണം. എന്താണ്? മരിക്കാതിരിക്കാനുള്ള ടെക്നോളജി വേഗം കിട്ടണം. എന്റെ ചാവണ്ടല്ലോ, പിന്നെ ഇരിക്കാമല്ലോ. അപ്പോഴാണ് സ്വർഗത്തിൽ മരണം എടുത്തങ്ങ് കളയും. എന്നിട്ട് അവിടെ ദണ്ഡിപ്പിക്കാനുള്ള സാധനം എടുത്തങ്ങ് തുറന്നു വിടും. പിടികിട്ടിയോ? അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോ എതിർ ക്രിസ്തു ഇനി ചെയ്യുന്ന നമ്മുടെ വിഷയം ഇതല്ല. സഭയെ പീഡിപ്പിക്കുന്ന വിഷയമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഈ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോ നമ്മളിവിടെ കണ്ടു, അതിന്റെ തലയിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയും മൃഗത്തെ കണ്ട്. അടുത്ത വാക്യം, മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് കണ്ടോ. അതായത് ശ്രദ്ധിക്കണം, ഈ വ്യക്തിയിൽ ഇരിക്കുന്ന ശക്തി ഏത് ശക്തിയാണെങ്കിലും ആ ശക്തി മഹത്വമുള്ളതാണ്. ആ ശക്തിക്ക് തുല്യമായ വേറൊരു ശക്തിയില്ല. ആ നാമത്തിന് തുല്യമായ വേറൊരു നാമമില്ലെന്ന് മുഴു ലോകവും അംഗീകരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെ തല നിമിഷ നേരം കൊണ്ട് പൊറുത്തു വന്നു. അപ്പൊ അസാധാരണമായൊരു ശക്തി വ്യക്തിയിലുണ്ടെങ്കിൽ ആ ശക്തിയാണ് ദൈവിക ശക്തി എന്ന് എല്ലാ മനുഷ്യരും അംഗീകരിക്കും. അതാണ് ദൈവശക്തി. ഇത് നടക്കാൻ പോവുക. അപ്പോൾ തിരുവഴുത്തറിയാത്ത സഭയ്ക്കകത്ത് പ്രോസ്പെരിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ പ്രൈസ്തലോടും അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാടാൻ തുടങ്ങും. അങ്ങനെ ചാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാടത്തില്ല. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അവിടെയാണ് ഇനി പറയാനിരിക്കുന്നത്. വായിച്ചേ, വായിച്ചേ. ഇത് ആര് പറയുന്ന? ലോക മനുഷ്യര് പറയുന്ന കാര്യമാണ്. വായിച്ചോ. കാര്യം വമ്പും ദൂഷണമുള്ള നാവ് അതിന് വായന് ലഭിച്ചു. അടുത്ത് വമ്പും ദൂഷണം എന്നാണ് പറയും. 42 മാസം അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൈവദൂഷണത്തിനായി അതായത് ദൈവസഭയാകുന്ന വിശുദ്ധന്മാർ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് ഏറ്റവും കൂടുതൽ വിഷമം ആർക്കാ? ഇവനാ. കാര്യം ഇവനെ കുറിച്ച് പറയുന്ന അതിന്റെ 12-ാം അധ്യായത്തിന്റെ നമ്മൾ കാണുന്നു. 12-ാം 10-ാം വാക്യം നമ്മൾ വായിച്ചു. എന്താണ്
12:10 വെളിപ്പാട് 12:10 വായിക്കുന്ന, അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ. അപ്പൊ മനസ്സിലാക്കണം, അവൻ അവിടെ കിടക്കുമ്പോഴും ഇവിടെ വിശുദ്ധീകരണം പ്രാപിക്കുന്ന വിശുദ്ധന്റെ കാര്യത്തിലാണ് അവൻ ഇളക്കം. മനസ്സിലാക്കിയിട്ട് ഇവിടെ ആരും വഴിതെറ്റിപ്പോകുന്നവനെ നോക്കിയല്ല സാത്താൻ പോരാടുന്നത്. മഹാസർപ്പം നോക്കിയിരിക്കുന്ന ഇവിടുത്തെ വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ്. ഈ വിശുദ്ധന്മാരെ ഒരു ദിവസം സ്വർഗത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ മഹാസർപ്പത്തിന് കാര്യമായത് എന്തോ സംഭവിക്കുമെന്ന് മഹാസർപ്പത്തിന് അറിയാം. എന്നാൽ തിരുവഴുത്തിൽ ആത്മാവിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ മീഖായേൽ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് അവനോട് പടവെട്ടും അവനെ അവിടെ നിന്ന് നീക്കിക്കളയുകയും നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ ഇത്രയും നാൾ ആരെക്കുറിച്ച് അപവാദം പറഞ്ഞു? അവൻ സ്വർഗത്തിൽ ചെല്ലുന്നതാണ് വിഷയം. ഇവിടെ നിന്നുകൊണ്ട് പുറകോട്ട് പഴയ ന്യായപ്രമാണത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. ഒരിക്കലും ചെല്ലുവാൻ സാധ്യതയില്ലാതിരുന്ന യോസേഫിനെ ദൈവം മിസ്രൈമിൽ എത്തിച്ചതുപോലെ നാം ഒരിക്കലും സ്വർഗത്തിൽ ചെല്ലരുത്, അവിടുത്തെ മഹത്വം അനുഭവിക്കരുത്. ദൈവശില്പിയായി നിർമ്മിച്ചിരിക്കുന്ന ആ കൂടാരത്തിൽ നമ്മൾ അവകാശികളാകരുത്, പുത്രനോടുകൂടെ അവകാശം പ്രാപിക്കരുത് എന്നുള്ളത് മഹാസർപ്പത്തിന്റെ എക്കാലത്തെ അജണ്ടയാണ്. പിടികിട്ടിയോ? ഹല്ലേലൂയ. ആ അജണ്ടയെ പൊളിക്കാനാണ് ദൈവം ഇറങ്ങി വരുന്നത്. ആമേൻ. അപ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ ഈ വെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനം നഷ്ടപ്പെട്ട് അവിടുന്ന് തകർക്കപ്പെട്ടിരിക്കുന്ന മഹാസർപ്പ ഭൂമി വരുമ്പോ അവന്റെ വേദന എന്നാന്നറിയാവോ? ഇവിടെ കുറെ പേര് നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നോ? അവര് സ്വർഗത്തിലേക്ക് പോയപ്പോ നിങ്ങളെ ദൈവത്തിന് വേണ്ടേ? നിങ്ങളെയല്ല ചിലരെ മാത്രം സ്നേഹിക്കാൻ അവൻ വന്നത്. അവരെ കൊണ്ടുപോയെങ്കിൽ ആ ദൈവത്തെ ഇനി വിശ്വസിക്കേണ്ട, ആ നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ എല്ലാം കഴുത്ത് കണ്ടിച്ചേക്കാന്ന് പറയും. പിടികിട്ടിയോ? അപ്പോഴാണ് ഇന്നിവിടെ പ്രോസ്പെരിറ്റിയും പ്രസംഗിച്ച് മഹോദരത്തിലേക്ക് പോയിട്ടിരിക്കുന്നവന്മാരാണ് അന്ന്. അതാ അതിന്റെ അബദ്ധം ശ്രദ്ധിക്കണം, ഇതിന്റെ ആഴം ശ്രദ്ധിക്കണം. വായിച്ചേ, ആ ഭാഗം ശ്രദ്ധിച്ചേ. ഇതാണ് ഇതിന്റെ ബേസിക് കാര്യം. രാപ്പകൽ അപവാദി നമ്മെ കുറിച്ച് അപവാദം പറഞ്ഞു. ഇതാരാണ്? മഹാസർപ്പല്ലേ. ഈ മഹാസർപ്പ അപവാദം പറയുമ്പോൾ ഈ അപവാദി അവിടുന്ന് താഴോട്ട് വിട്ടു, ഭൂമിയിലേക്ക് വിട്ടു. ഇവിടെ എതിർ ക്രിസ്തു നിൽക്കുകയാണ്. മഹാസർപ്പന്റെ കൂടെ നിൽക്കുകയാണ്. പിതാവിന് തുല്യമായിട്ട് മഹാസർപ്പം കൂടെ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന് തുല്യമായിട്ട് കള്ളപ്രവാചകൻ ദുരാത്മാവ് ഇരിക്കുകയാണ്. അപ്പോൾ ദുരാത്മാവിന്റെ പ്രോഗ്രാം അല്ലെ കള്ളപ്രവാചകന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തവളയെ പോലെ അശുദ്ധാത്മാക്കളുടെ വായിൽ നിന്ന് പുറപ്പെട്ടു. അത് ഭൂമിയിലെ സകല രാജാക്കന്മാരെ ദൈവത്തിന്റെ സംഹാരത്തിനായിട്ട് അളലിയസത മഹായുദ്ധത്തിനായിട്ട് അവരെ കൂട്ടിച്ചേർക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതായത് സ്വർഗത്തിലെ പിതാവ് എന്ത് ചെയ്യുന്നറിയാവോ? ഇവരെ ഉപയോഗിക്കുകയാണ്. ഈ ഉപയോഗത്തിലൂടെ സ്വർഗീയ പിതാവ് ഇവരെ ശിക്ഷിക്കുകയാണ്. എന്നാൽ ഈ മഹാസർപ്പത്തിനോ എതിർ ക്രിസ്തുവിനോ ഒന്നും അറിയത്തില്ല യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്നും സ്വർഗീയ പിതാവ് ആരാണെന്നും അറിയത്തില്ല. നാം ആത്മാവിൽ പ്രാപിച്ചിരിക്കുന്നത്, സ്നേഹത്തിൽ നാം പ്രാപിച്ചിരിക്കുന്നത് ഒന്നും തന്നെ ആർക്കറിയത്തില്ല? മഹാസർപ്പത്തിന് അറിയത്തില്ല. കാര്യം പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനെ നമുക്കാ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാട്ട് പാടാൻ നിന്നവന് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ നമ്മെ കുറിച്ച് അപവാദം പിതാവിന്റെ സന്നിധി പറഞ്ഞു. ആരെ കുറിച്ച് അപവാദം പറഞ്ഞു? അവർ പിതാവിന്റെ സന്നിധിയിലേക്ക് നാളെ പ്രവേശിക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ നാം സ്വർഗത്തിൽ പ്രവേശിച്ച് പിതാവിന്റെ അടുക്കൽ ഇരിക്കാൻ പോവുകയാണ്, പിതാവിന്റെ മടിയിൽ ഇരിക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആ വലിയ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? വായിച്ചേ. കണ്ടിട്ട് അത് ഇതല്ലേ വായിച്ചേ? സ്വന്തം വായിക്ക. മാറ്റി വായിക്കല്ലേ, പറയുന്നത് വായിക്കാം. ഓക്കെ. അത് രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെല്ലാം അവരെ സഹായിക്കും. പല രാജ്യങ്ങളും അവരെ സഹായിച്ച് അവിടെ കൊണ്ടുവരും. സ്വത്രം. വായിക്ക്. ഞാനതല്ല വായിക്കാൻ പറഞ്ഞ് 12:10 വായിക്കാൻ പറഞ്ഞ് താഴെ കിടക്കുന്ന. അതാ പറഞ്ഞേ. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അടുത്തത് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം. അവർ എന്ന് പറഞ്ഞാൽ നാം
ഈ മഹാസർപ്പത്തെ യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായും, അടുത്തത് ശ്രദ്ധിക്കണം, നമ്മൾ സാത്താനെ ജയിക്കുന്നത് യേശുവിന്റെ രക്തത്താലാണ്. യേശുവിന്റെ രക്തത്താൽ എങ്ങനെയാ ജയിക്കുന്നത്? അവന്റെ രക്തത്താൽ നമ്മളുടെ അകൃത്യങ്ങൾ കഴുകപ്പെട്ടു, പിതാവിന്റെ സന്നിധിയിൽ അത് മായിച്ചു കളഞ്ഞു. അതുകൊണ്ട് സാത്താന് നമ്മുടെ മേൽ അപവാദം പറയുവാനില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ പാപം ചെയ്തിട്ട് ഒളിച്ചും പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുവനുണ്ട്. അവൻ നിങ്ങളുടെ പേര് പറഞ്ഞ് അപവാദം പറയുമ്പോൾ നിങ്ങൾ ചെയ്ത പാപം പിതാവിന്റെ സന്നിധിയിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടില്ലെങ്കിൽ സാത്താൻ അവകാശം പറയും. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മഹാസർപ്പമാകുന്ന ഈ സാത്താൻ നമുക്ക് എതിരെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി നമുക്കെതിരെ അപവാദം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം ഹേതുവായും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവചനം ഹേതുവായും, കണ്ടോ, നമ്മൾ ജയിച്ചവർക്കേ ഉള്ളൂ. അതായത് യേശുവിന്റെ രക്തത്താൽ അകൃത്യങ്ങൾ കഴുകപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഏതെങ്കിലും സഭകൾ അളറിയാം നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുന്ന, അത് കർത്താവ് ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞാൽ സാത്താന്റെ ഏജന്റാണ് ആ പ്രസ്ഥാനങ്ങൾ. നമ്മൾ പാപത്തെ ഏറ്റുപറഞ്ഞാൽ മാത്രമാണ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടത്തുള്ളൂ. അങ്ങനെ കഴുകപ്പെട്ട് നമ്മൾ ഇങ്ങനെയാണ് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് നാം സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലത്തുള്ളൂ എന്നുള്ള സാക്ഷ്യവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സത്യം പ്രസംഗിക്കാത്ത ഒറ്റ വ്യക്തി ദൈവരാജ്യം കാണത്തില്ല. മനസ്സിലാവും, ദൈവരാജ്യം കാണത്തില്ല. കാര്യം ഓരോ കാര്യങ്ങളും നോക്കിയിരിക്കുന്നവൻ അവിടെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ആരാ രക്തസാക്ഷികളായി തീരാൻ പോകുന്നു. അപ്പോൾ യേശുവിന്റെ രക്തം ഹേതുവായും തങ്ങൾ പറഞ്ഞ വചനം ഹേതുവായും ജയിച്ചു. അടുത്തത് മരണപര്യന്തം അല്ല, തെറ്റ് വായിക്കാതെ, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അല്ലോ അവിടെ വായിക്കുന്ന എന്താണ്? മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ. അതായത് ഇവിടെ ഈ ലോകം എങ്ങനെയും ഇവിടത്തെ കുറെ ഈ ആയുസ്സങ്ങ് സുഖിക്കാമെന്ന് ആരെങ്കിലും തീരുമാനിച്ച അവൻ നിത്യത കാണത്തില്ല. പിടികിട്ടിയോ? ഈ ആയുസ് ജീവിച്ച് സുഖിക്കാമെന്നുള്ള പ്രസംഗം കേൾക്കുന്നിടത്തുനിന്ന് ഇറങ്ങി ഓടിക്കോണം. അല്ലെങ്കിൽ ആ പ്രസംഗവും ഈ ലോകത്തെ രുചിക്കാം, സുഖിക്കാം, ഇവിടെ വളരെ ഉന്നതനാകാമെന്നുള്ള പ്രസംഗവും വ്യാഖ്യാനവുമുള്ള സകല ദുഷ്ട മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഓടിക്കണം. നിന്റെ നിത്യത നഷ്ടമാക്കി കളയും. ഹല്ലേലൂയ. ഇതൊന്നുമല്ല വിഷയം. പരമപ്രധാനമായ കാരണം എന്നാണെന്നറിയോ? അടുത്ത് നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച എന്താണ്? അതിന്റെ 13-ന്റെ 4 വായിച്ചപ്പോൾ മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. അടുത്തത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വാ അതിന്. കണ്ടോ? അപ്പോ എന്താണ് ഇവന് ഈ ഇവിടുന്ന് ദൈവത്താലുള്ള ഒരു ശേഷിപ്പ് ഭൂമിയിലുണ്ട്. അവര് സ്വർഗത്തിൽ ചെന്നു. ഇവന് നഷ്ടമായി പോയതും ഇവന് ഒരിക്കലും ലഭിക്കാത്ത ഇടവും നന്മയും ഭൂമിയിലുള്ള അവന്റെ അടിമത്തത്തിൽ കിടന്ന ചിലർ അത് പ്രാപിച്ച് സ്വർഗത്തിൽ കയറി. ഇത് കണ്ടു കഴിഞ്ഞ് സഹിക്കാൻ മേലാതെയാണ് ഇറങ്ങി വരുന്നതെന്ന് ഓർക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ സഹിക്കാൻ മേലാതെ ഇറങ്ങി വരുമ്പോൾ ഇതിനൊക്കെ ആരംഭം കുറിച്ചത് എന്താണ്? ഇസ്രായേലാണ്. അതാണ് സ്ത്രീയെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോ മഹാസർപ്പം എന്ത് ചെയ്ത് അവനെ കൊല്ലുവാനായിട്ട് പുറകെ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അന്നുള്ള മനുഷ്യർക്ക് ഇസ്രായേലിനെ കൊന്നുമുടിക്കാനുള്ള തത്വവുമായിട്ട് അന്ന് വീണ്ടും വരും. ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ആ തത്വമായിട്ട് വരുമ്പോൾ ഇന്നുള്ളതിന്റെ 100 മടങ്ങ് ശക്തിയായിരിക്കും. കാര്യം ഈ മഹാസർപ്പം അന്ന് ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. ഈ മഹാസർപ്പം അന്ന് ഭൂമിയിൽ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വമ്പും ദൂഷണവും പറയുന്ന എന്താണ്? പറയുന്ന കാര്യം എന്താണ്? അവിടെ വായിക്കുന്നുണ്ട്. അവിടെ വായിച്ച് ലഭിച്ചു. 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ നാമത്തെ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ മോചനം ലഭിച്ചു. അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പോയി. അപ്പൊ വിശ്വസിക്കാത്തവരെല്ലാം ഭൂമിയിൽ തള്ളിയിട്ട അവൻ ദൈവമല്ലെന്ന് പറയുമ്പോൾ അതിനെല്ലാരും ആമേൻ പറയുമെന്ന്. ആര് പറയുന്ന കാര്യമാണ്? എതിർ ക്രിസ്തു പറയുന്ന കാര്യം പറയുന്നത്. പിടികിട്ടിയോ? അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? നിന്റെ കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ നീ കിടന്നപ്പോ നിന്നെ രക്ഷിക്കാതെ ചിലരെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ ആ ദൈവത്തിൽ അനീതി ഇല്ലേ എന്ന് അന്ന് പ്രസംഗം തുടങ്ങും.
പിടികിട്ടിയോ? ലോകര് നോക്കുമ്പോൾ ശരിയാ, അവൻ മുഴു ലോകത്തിന്റെ രക്ഷകനാണ് യേശു ക്രിസ്തുവെങ്കിൽ എന്നെ കൊണ്ടുപോകണ്ടേ? അപ്പോൾ മനസ്സിലാക്കണം, വീട്ടിൽ യേശുവിന്റെ ഫോട്ടോ തൂക്കിയ വീടുകളുണ്ട്, ബൈബിളിൽ ഇഷ്ടം പോലെ മേടിച്ചു വെച്ച വീട്ടുകളുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല, വീണ്ടും ജനിച്ചിട്ടില്ല, ശുദ്ധീകരണം വന്നിട്ടില്ല, ആളുകൾ ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത നാമധേയ ക്രിസ്ത്യാനികളെല്ലാം ഒരുമിച്ച് പറയും, ആളുകൾ ഇവനാണ് പറഞ്ഞത് ശരി. കാരണം എന്താ പറയുക, ഈ കാലഘട്ടത്തില് എത്തിക്സും മൊറാലിറ്റി ഒക്കെ വളരെ വർദ്ധിച്ചോണ്ട് ബലപ്പെട്ടോണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ മനസ്സിലാക്കണം, ദൈവത്തിന്റെ നീതിക്ക് വിധേയപ്പെടാതെ ആളുകൾ എന്നേക്കും വീട് കിടക്കുന്ന മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന് വരുന്ന വമ്പും ദൂഷണവും കേൾക്കുമ്പോൾ ഇന്ന് രക്ഷാനുഭവം ഇല്ലാത്ത സകല സംഘടനകളും അതിന്റെ പിന്നിൽ ചെന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ ബെന്തക്കോസിന്റെ അകത്ത് ന്യൂ ജനറേഷൻ ചർച്ചുകളും അല്ലെ ക്ലാസിക്കൽ ചർച്ചിന്റെ അകത്ത് ആളുകൾ പഴയ പഴമ വിടാതെ കിടക്കുന്നവനെല്ലാം ഇതിന്റെ പുറകെ പോകും. സുവിശേഷവും രക്ഷയുടെ സത്യവും ഉള്ളത്തിൽ ഗ്രഹിക്കാത്തവനെല്ലാം ഇതിന്റെ പുറകെ പോയേ മതിയാകത്തുള്ളൂ. കാര്യം മഹാസർപ്പം എന്ന് ഇറങ്ങി വരുന്നവൻ നല്ല ശക്തിയോ പവർ ഉള്ളവൻ തന്നെയാണ്. എല്ലാവന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയാം. പിടികിട്ടിയോ? ഓരോരുത്തരെ കുറിച്ച് സ്വർഗത്തിൽ ചെന്ന് അപവാദം പറയാൻ ഓടി ഓടി ചെന്നിട്ടുണ്ടെങ്കിൽ അപവാദം പറയുന്നൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളവന്റെ കാര്യം അപവാദം പറയുന്നത്. ക്വാളിറ്റി ഉള്ളവന്റെ വിഷയമാണ് ഈ സാത്താൻ കൂടെ എടുക്കത്തുള്ളൂ. ഒരു ക്വാളിറ്റി ഇല്ലാതെ രക്ഷിക്കപ്പെടാതെ പിശാചിന് നിത്യ അടിമയായിട്ട് കിടക്കുന്നവന്റെ ഏത് കാര്യത്തിനാ സാത്താൻ ദൈവസന്നിധി ചെല്ലുന്നേ? ആളുകളെ വായിച്ച് തുടർന്ന് വായിച്ചേ. ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിക്കുവാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി, ഇന്നും സ്വർഗത്ത് ഈ ഭൂമി നിങ്ങൾക്കറിയാമോ ഒത്തിരി കോൺട്രവേഴ്സി കിടപ്പുണ്ട്. കേൾക്കണം, ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ, വായിച്ചു പോവാം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പുറത്തു പോയി മറ്റ് ഗ്രഹങ്ങളിൽ കൂടി അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിൽ ചെന്നു, അവിടെ നമ്മൾ ഇറങ്ങി, നമ്മൾ അവിടെ പ്രവർത്തിച്ചു എന്നൊക്കെ ഉള്ളതിനൊക്കെ ഉള്ള ഒത്തിരി എവിഡൻസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അങ്ങനെ തന്നെ ചരിത്രം കിടക്കുന്നത്. പക്ഷേ വേറെ ഒത്തിരി പേര് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ ഭൂമി വിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ മുകളിൽ ഒരു ഫർമമെന്റ് ഉണ്ട്, മനസ്സിലാകുന്നുണ്ട്. അത് വിട്ട് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് വേറെ ഒത്തിരി പേര് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും പൊതുജനത്തിന് അറിയാൻ മേലാത്ത ഒത്തിരി കാര്യം സയന്റിസ്റ്റുകൾക്കും ഗവൺമെന്റിലെ ഒഫീഷ്യൽ ആയിട്ടിരിക്കുന്നവർക്ക് അറിയാം. ജനം ഭയപ്പെടുന്ന പല കാര്യങ്ങൾ പുറത്തു വരാതെ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ എതിർ ക്രിസ്തു അന്ന് വന്ന് മഹാസർപ്പത്തിന്റെ സ്വത്രം ആ ജ്ഞാനത്തോടുകൂടെ പറയുന്ന പല കാര്യം ലോക മനുഷ്യൻ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പലത് ശരിയാണെന്നറിഞ്ഞ പല അറിവുകൾ അന്ന് തെറ്റാതെ വെളിപ്പെടുന്ന ആളാണെന്ന്. അതുപോലെ അന്ന് വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ അനേകര് പൂർണ്ണ തോതിൽ വിശ്വസിച്ച് മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണ കാലഘട്ടത്തിൽ നടക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യുന്ന ടൈമാണെന്ന്, കംപ്ലീറ്റ് ആയിട്ട് അത് എക്സ്പോസ് ചെയ്യുന്ന ടൈമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയുന്നത് എന്താണ്, ഇവിടുന്ന് ഒരു കൂട്ടം ജനം ഇവിടുന്ന് അപ്രത്യക്ഷമായി അവര് സ്വർഗത്തിലേക്കാണ് പോയത്. അപ്പൊ സ്വർഗം എവിടെയാന്ന് കൃത്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവനായി ഈ ചാടി വന്നേക്കുന്നത്. പിടികിട്ടിയോ? സ്വർഗം എവിടെയാ കിടക്കുന്നേ? നമുക്കറിയാം സ്വർഗം എവിടെ കിടക്കുന്നു. നമ്മളിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കോമ്പസ് അല്ലെ നമ്മെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മെ എത്തിക്കും. ഇതാണ് നമുക്കറിയുന്നത്. കാര്യസ്ഥന് മാത്രമാ സ്വർഗം മഹത്വം വിട്ട് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് മാത്രമാ സ്വർഗത്തിലേക്കുള്ള മടങ്ങുന്ന വഴിയും അറിയത്തുള്ളൂ. നമ്മെ അവിടെ എത്തിക്കും. എന്നാൽ ഈ മഹാസർപ്പത്തെ ഒന്ന് നോക്കുമ്പോൾ ഇവൻ സ്വർഗത്തിൽ, അതായത് രണ്ടാം സ്വർഗത്തിൽ കിടന്ന ദൂതമണ്ഡലത്തിൽ വാഴ്ച നടത്തിക്കൊണ്ടിരുന്നവനെ അവനെ ഇറക്കി വിടുമ്പോൾ ഇവൻ സ്വർഗം കണ്ടിട്ടുണ്ടല്ലോ. കാര്യം സ്വർഗത്തിൽ ചെന്ന് നമുക്ക് ഓരോരുത്തർക്കും നേരെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ലേ. ഇച്ചിരി കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇയ്യോബിന് നേരെ കുറ്റം വിധിച്ചുകൊണ്ട് ആരില്ല സാത്താൻ ഇവിടെ ചെന്ന് ദൈവസന്നിധി ചെല്ലുകയാണ്. അപ്പോൾ ഇവന് സ്വർഗത്തേക്കുള്ള ഡയറക്ഷൻ അറിയാം. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗം ഏത് ഡയറക്ഷനിലാണ്, അത് എങ്ങനെയാണ് അവിടെ എത്തുന്നത്, ഏത് വിധത്തിലാണെന്നുള്ളത് അവിടുന്ന് അടികൊണ്ട് ഇങ്ങോട്ട് വരുന്നവന് നല്ലപോലെ അറിയാം. ആ ഡയറക്ഷൻ അന്നത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തും. അന്നത്തെ മനുഷ്യർക്ക് അത് എക്സ്പോസ് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ അറിവാകട്ടോ ഞാൻ പറയുന്നത്. അന്നത്തെ മനുഷ്യൻ, അന്നത്തെ സയന്റിസ്റ്റുകൾ എല്ലാവരും ഇവിടെ LKG ഇവിടുത്തെ ലോക്കല് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാം വളരെ ബുദ്ധിരാക്ഷസന്മാരില്ലേ? അവർക്കറിയാവുന്നതൊക്കെ നമുക്കറിയാവോ? അവർക്കറിയാവുന്നൊക്കെ ഇവിടുത്തെ പാഠപുസ്തകത്തിൽ 10 വർഷം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇരുന്ന് പഠിച്ച അവര് വരുന്നതാണോ?
അതൊന്നും അല്ല, അതൊക്കെ ചപ്പ് ചവർന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അകത്തൊക്കെ ആർക്കും അറിയാൻ മേലാത്ത രഹസ്യങ്ങൾ ഇന്നും ഹിഡനാണ്. ആ ഹിഡനായിരിക്കുന്ന കാര്യങ്ങൾ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അന്ന് ഈ പറയുന്ന ഈ സാത്താൻ അല്ലെങ്കിൽ എതിർ ക്രിസ്തു അന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും, ക്ലിയർ എവിഡൻസോടെ വെളിപ്പെടുത്തും. ആ എവിഡൻസ് കണ്ടാണ് ജനം ഇവനെ അംഗീകരിക്കുന്നത്. കാരണം എന്നാ, തല വെടി കിട്ടുമോ തല വളർന്നു പോകുന്ന ഏണ്ടൊരു പണി ചെയ്തപ്പോ തല വേഗം പൊറുത്തില്ലേ, അവൻ പറയുന്നൊക്കെ പിന്നെ സത്യമാകത്തില്ലേ? നമുക്ക് ആർക്കും അറിയാൻ മേലാത്ത കാര്യം അവൻ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ അവനല്ലേ ദൈവം. അടുത്ത് വായിച്ചേ. അല്ല, അവിടെ വായിക്കുന്ന അവിടെ വായിക്കുന്ന 2-3 കാര്യം. ഒന്ന്, സ്വത്വം ദൈവത്തിന്റെ നാമത്തെ, അതുപോലെ അടുത്ത അവന്റെ കൂടാരത്തെ. ഞാൻ പറഞ്ഞു സ്വർഗത്തിന്റെ ലൊക്കേഷൻ. അടുത്തത് കൂടാരത്തെയും സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്തിൽ വസിക്കുന്നവർ ആരാ? നാം അവിടെ ചെല്ലുന്നു. അവിടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവിടെ ലക്ഷോപലക്ഷം കോടി ദൂതന്മാര് അവിടെ കിടക്കുകയാണ്, സ്വർഗത്തിൽ കിടക്കുകയാണ്. അപ്പൊ ആത്മജീവികൾ അവിടെയുണ്ട്, സിംഹാസനങ്ങളുണ്ട്, കർത്തൃത്വങ്ങളുണ്ട്, പിതാവായ ദൈവത്തിന്റെ സിംഹാസനമുണ്ട്. ഇതെല്ലാം എവിടെ വെളിപ്പെടുത്തി പറയും? ഭൂമി വെളിപ്പെടുത്തി പറയും. അതായത് ഈ ഭൂമിയിൽ ഇന്ന് ഈ തിരുവെഴുത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ അന്ന് ആരോപണ രൂപത്തിലായിരിക്കും എതിർ ക്രിസ്തു മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. പിടികിട്ടിയോ? ഹല്ലേലൂയ. ഇത്രയും നാളും രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കാര്യം മനസ്സിലാകാതിരിക്കുന്നെങ്കിൽ അവരെ പാപത്തിലിരിക്കുന്ന സാത്താൻ തന്നെയും സ്വർഗത്തിലുള്ള കാര്യത്തെക്കുറിച്ച് പാപികളായിരിക്കുന്ന മനുഷ്യരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുകയും ഇവനെ അംഗീകരിക്കുകയും ചെയ്യും. അടുത്തത് വായിച്ചേ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിക്കും. അതായത് ഇത്രയൊക്കെ കാര്യങ്ങൾ രക്ഷിക്കപ്പെടാത്ത പാപമനുഷ്യനെ എതിർ ക്രിസ്തു സ്വന്തം മഹാസർപ്പത്തിന്റെ ശക്തിയോടെ അറിയിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇനി അവന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ പേരും കൂടെ ഈ ഭൂമി കിടപ്പുണ്ടല്ലോ, അവരെന്നാ പോകാത്തെ, അവരെ വേണ്ടെന്നോ, അതൊന്നും ഒരു വിഷയമല്ല. അവരെ ഒറ്റ കാര്യം, ഇനി അവന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ നിൽക്കണ്ട, അതുകൊണ്ട് സഭകളായിരിക്കുന്ന സഭകളെല്ലാം ഇടിച്ചോളാൻ പറയും. അടുത്തത് അതിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം കൊന്നോളാൻ പറയും. ആ ആജ്ഞ പുറപ്പെട്ട് കഴിയുമ്പോഴാണ് ഇന്ന് വരെയും ബൈബിള് കൈകൊണ്ട് കൊടാത്ത പ്രസ്ഥാനങ്ങളും ഉപദേശിമാരും ഉണ്ട്. പ്രോസ്പെരിറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവന്മാര് നോക്കുമ്പോൾ അവരെ കൊല്ലാൻ ആള് വരുമ്പോ പറയും, ഞാൻ ഇനി എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുള്ളൂ, ഇവനല്ലാതെ വേറെ ആരാ ദൈവം? പക്ഷെ അതിൻ്റെ അകത്തുണ്ടല്ലോ സത്യത്തിന് വേണ്ടി എന്നാ പുറത്തു വരാതെ ഒളിഞ്ഞു കിടക്കുന്ന ഭീരുക്കളായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരന്ന് പുറത്തു വന്ന് പറയും, അല്ല ഈ പറയുന്ന എതിർ ക്രിസ്തുവാണ്, ഇവൻ ദൈവമല്ലെന്ന് പറയുമ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ഒത്തിരി എണ്ണത്തെ അതിൻ്റെ അകത്ത് വെച്ച് തന്നെ കൊല്ലും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മത്തായി സുവിശേഷം നമ്മൾ വായിച്ച അതിന്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ വായിക്കുന്നത് എന്താണ്? എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും, അതവർക്ക് ജാതികൾക്കും സ്വന്തം സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയണമെന്ന് വിചാരപ്പെടേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് എന്താണ് പറയുന്നത്? സ്വന്തം പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്ര. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്നാന്നറിയാവോ? ഈ വാക്യപ്രകാരം പരിശുദ്ധാത്മാവ് ഭൂമിയിലില്ല. എന്നാൽ ഇവർ ബുദ്ധിയിൽ അറിഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഇവർ രക്തസാക്ഷികളായി തീരും. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ടോ? പിതാവിന്റെ ആത്മാവരിൽ ഇല്ലെന്ന്. കാരണം എന്താ? പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇവിടെ പിന്നെ കൈവിടപ്പെട്ടവരേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നടക്കുന്ന അടുത്ത കാര്യമാണ് സ്തോത്രം. അതിന്റെ 21-ാം വാക്യം, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും, അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ കണ്ടോ. ഇതാണ് വിഷയം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു വീട്ടിൽ കൈവിടപ്പെട്ടു പോയൊരു വീടുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീടാണ്. പക്ഷേ കൈവിടപ്പെട്ടു പോയവരെല്ലാവരും വന്നും ഇതിന്റെ നടുവിൽ ഒരുത്തം പറയും അവൻ ദൈവമല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ അതിനെ ശാസിക്കാനും അമർത്താനും തുടങ്ങി കഴിയുമ്പോൾ സംസാരിക്കുന്നവനെ അവിടെ നിന്ന് കൊല്ലാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കൃപയില്ലാത്ത അപ്പനും അമ്മയും കൃപയുള്ള മക്കളെ, അല്ലെ കൈവിടപ്പെട്ടു പോയിട്ട് രക്തസാക്ഷിയായി തീരേണ്ടവനെ കൊല്ലോ. അളലിയാസത് കൃപയുള്ള അപ്പനെയും അമ്മേനെയും കൊല്ലിക്കേണ്ടതിന് മക്കളും എഴുന്നേൽക്കും. ഇന്ന് ഇത് വെറും ഒരു അളലിയാസത്ത് മനസ്സിലാക്കണം. ഇത് വെറും ഒരു സാമ്പിളാണ് ഇന്ന് നടക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് നടക്കുന്നത് അന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് രക്തസാക്ഷികളായി തീരുന്നവർ കൈവിടപ്പെട്ടു പോയവരാണ്. അവർ അന്ന് വരും. കാരണം എന്നാ? അതിന്റെ അടുത്ത വാക്യം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ അകത്ത് വായിക്കുമ്പോ എന്നാ സ്തോത്രം, അതിന്റെ 17-ാം വാക്യം, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം
ലഭിച്ചു എന്ന് പറഞ്ഞ ആരാണ്? വിശുദ്ധന്മാരാ. അന്ന് അവിടെ കിടക്കുന്നവരാരാ? ഭൂമിയിൽ കൈവിടപ്പെട്ട് കിടക്കുന്നവരോട് അന്ന് ഇവൻ എതിർക്കും. ആ എതിർക്കുമ്പോൾ ഒരുത്തനും അവനോട് തിരിച്ചെതിർത്ത് ജയിക്കുന്നില്ല. കാര്യം ജയം അപ്പോൾ എതിർ ക്രിസ്തുവിനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാം ജയിക്കണം. യേശുവിന്റെ രക്തം ഹേതുവായി നമ്മൾ ജയിക്കണം. യേശു ക്രിസ്തുവിനുള്ള സാക്ഷ്യ ഹേതുവായി നമ്മൾ ജയിക്കണം. അതുകൊണ്ട് ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഇതാണ് രക്ഷാ ദിവസം. മറ്റൊരവസരത്തിലേക്ക് പോയിട്ട് രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിക്കരുത്. ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങുക. ഈ വചനങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്ഥലം നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ഈ കേട്ട വചനത്തിന് മുമ്പിൽ തന്നെ നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്കൊന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവ്